ലോസ് ഓഫ് മോഷൻ. സോ ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ നമുക്കറിയാം, നമ്മുടെ നീറ്റിലും ജയിലൊക്കെ പലരെയും കുഴപ്പിക്കുന്നൊരു ചാപ്റ്ററാണ്. സോ നമുക്കിന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇത് എളുപ്പമാക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ. ഓക്കെ, സോ ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ. അപ്പോൾ ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളൊരു ചാപ്റ്ററാണ്. ഇതിൻ്റെ കോൺസെപ്റ്റൊക്കെ നിങ്ങൾ വൃത്തിയായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒന്നുമില്ല ഇതിനകത്ത് പഠിക്കാൻ. വേറെ ഇക്വേഷൻസ് ഒന്നുമില്ല. നിങ്ങൾ ഈ ചാപ്റ്റർ പഠിച്ചുകൊണ്ട് മനസ്സിലാവും. നിങ്ങൾക്ക് ഇതിനകത്ത് ആദ്യം പറയേണ്ടത് എന്താണ് ന്യൂട്ടൺസ് ലോ, അതെന്താണ് ശരിക്കും അതിനൊരു ഒരു ഒരു ഫീൽ കിട്ടണം നമുക്ക്. എന്നാലേ ചാപ്റ്റർ നല്ല രീതിയിൽ ക്ലിയർ ആവത്തുള്ളൂ. ഓക്കെ, നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. സോ ഏവർക്കും ആൽക്കെമിസ്റ്റിലോട്ട് സ്വാഗതം. നമ്മളിന്ന് ഒരു പ്രോപ്പർ ഫീലോടുകൂടി ഈ ചാപ്റ്റർ, ഇതിപ്പോൾ ഈ വീഡിയോയിൽ തന്നെ ഫുൾ ഞാൻ ചെയ്യുന്നില്ല, കുറച്ചായിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, സോ നോക്കാം. സോ നമ്മളിവിടെ പ്രധാനമായിട്ടും കൺസെപ്റ്റുകൾ എന്ത് ചെയ്യാം, നമ്മൾ പ്രധാനമായിട്ടും ഇവിടെ എന്ത് ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓക്കെ, സോ നമ്മൾ പ്രധാനമായിട്ട് ഇവിടെ ചെയ്യാൻ പോകുന്നത് കൺസെപ്റ്റുകൾ പഠിക്കും. ഓക്കെ, നമ്മളിവിടെ കാണാതെ പഠിത്തമില്ല, നമ്മൾ പ്രധാനമായിട്ട് കൺസെപ്റ്റുകൾ മനസ്സിലാക്കും. ഓക്കെ, കൺസെപ്റ്റ് മനസ്സിലാക്കി നമ്മൾ എന്ത് ചെയ്യും, സോൾവ് ചെയ്യും. ഓക്കെ, സോ റെഡിയാണോ എല്ലാവരും? റെഡിയാണോ? സോ ഐ എം റെഡി. സോ നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത് ഇനേഷ്യനെ പറ്റിയാണ്. എന്താണ് ഇനേഷ്യ? ശ്രദ്ധിച്ചെടുക്കുക. വളരെ സിമ്പിളാണ്. ഇറ്റ് ഈസ് എ ഇനബിലിറ്റി ഓഫ് എ ബോഡി ടു ചേഞ്ച് ഇറ്റ് സ്റ്റേറ്റ്സ് ഓഫ് റെസ്റ്റ് ഓർ മോഷൻ ഈസ് കാൾഡ് ഇനേഷ്യ. അതായത് ഒരു വസ്തു റെസ്റ്റിലിരിക്കുകയാണെങ്കിൽ ആ വസ്തു റെസ്റ്റിലിരിക്കാൻ തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഒരു വസ്തു മോഷനിലാണെങ്കിൽ ആ വസ്തു മോശനിലായിക്കൊണ്ടിരിക്കാൻ തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇവിടുത്തെ കേസ് എടുക്കുക. ഇവിടെ ഇരിക്കുന്ന ഈ മനുഷ്യൻ ബസ്സിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? ബസ്സിനോട് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ബസ് മോഷനിലാണ്, ഇരിക്കുന്ന ഈ പേഴ്സണും മോഷനിലാണ്. പക്ഷേ ബസ് പെട്ടെന്ന് റെസ്റ്റിനകത്തോട്ട് വന്നു. ഓക്കെ, ബസ് പെട്ടെന്ന് റെസ്റ്റിനകത്തോട്ട് വന്നു. പക്ഷേ ഈ ഒരു ഇവിടെ ഇരുന്ന പേഴ്സൺ മൂവ് ചെയ്തുകൊണ്ടിരുന്നില്ലേ? അപ്പം ആ പേഴ്സൺ മൂവ് ചെയ്യാതെ തന്നെ ടെൻഡ് ചെയ്യും. ഒന്നുകൂടെ പറയാം, ഇതാണ് നമ്മുടെ ബസ്. ഓക്കെ, നമ്മുടെ ബസ്സിലാണ് നമ്മുടെ പേഴ്സൺ ഇരിക്കുന്നത്. ഓക്കെ, ബസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആ പേഴ്സൺ അതിൻ്റെ കൂടെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ബസ് പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചു. പക്ഷെ ആ പേഴ്സൺ അപ്പോഴും എന്ത് ചെയ്യാൻ ടെൻഡ് ചെയ്യും? എപ്പോഴും ടെൻഡൻസി എന്താ? മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ പേഴ്സൺ മൂവ് ചെയ്തുകൊണ്ടിരിക്കാൻ ശ്രമിക്കും. റെസ്റ്റിലിരിക്കുകയാണെങ്കിൽ ആ പേഴ്സൺ റെസ്റ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. സോ വണ്ടി മൂവ് ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു, വണ്ടി പെട്ടെന്ന് ബ്രേക്കായി. വണ്ടി മൂവ് ചെയ്തുകൊണ്ടിരിക്കും, പെട്ടെന്ന് ബ്രേക്കായി. ആ പേഴ്സൺ അപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് പേഴ്സൺ പിന്നെ എന്ത് ചെയ്യും? മൂവ് ചെയ്യും. അതാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ. ഓക്കെ, വണ്ടി മോഷനിലാണ്, പൊക്കോണ്ടിരിക്കുകയാണ്, പേഴ്സണും മോഷനിലാണ്. ഈ ബസ് ബ്രേക്ക് ചെയ്താലും ഈ പേഴ്സണിന്റെ മോഷനിലോട്ട് പോകാനുള്ള ടെൻഡൻസി എന്ത് ചെയ്യുന്നില്ല? ബ്രേക്ക് ആവുന്നില്ല. അതുകൊണ്ടാണ് പേഴ്സൺ എന്ത് ചെയ്യുന്നത്? മോഷനിൽ തന്നെ, വണ്ടി ബ്രേക്ക് ആയിട്ട് പേഴ്സൺ മോഷനിലോട്ട് തന്നെ വന്ന് വീഴുന്നത്. പറഞ്ഞ മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ, ഒരു വസ്തു മോഷനിലാണെങ്കിൽ അത് മോഷനിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും. ഒരു വസ്തു റെസ്റ്റിലാണെങ്കിൽ ആ വസ്തു റെസ്റ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? ഓക്കെ, സോ ബസ് മോഷനിലായിരുന്നു, പക്ഷെ പേഴ്സണും കൂടെ മോഷനിലായിരുന്നു. ബസ് പെട്ടെന്ന് സ്റ്റോപ്പ് ആയപ്പോൾ പേഴ്സൺ മോഷനിൽ തന്നെ കണ്ടിന്യൂ ചെയ്തു. അതുകൊണ്ടാണ് വന്ന് വീണത് എല്ലാവരും. ഒന്നുകൂടെ നമുക്ക് ആ ഒരു ജിഫ് നോക്കാം. സോ രണ്ടുപേരും മോഷനിലായിരുന്നു, പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചു, ബസ് പെട്ടെന്ന് ആ മോഷനിൽ നിന്ന് സ്റ്റോപ്പായി. അപ്പോൾ എന്ത് സംഭവിച്ചു? അവിടെ ഇരിക്കുന്ന പേഴ്സൺസ് മോഷനിൽ തന്നെ കണ്ടിന്യൂ ശ്രമിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ടാണ് ഇവരൊന്ന് വീണത്. സ്വാഭാവികമായിട്ട് ഒരു പ്രതിഭാസമാണ്. ഇറ്റ്സ് എ ഇനബിലിറ്റി, ഒരു കഴിവുകേടാണ് ഓഫ് എ ബോഡി ടു ചേഞ്ച് സ്റ്റേറ്റ്. ഒരു ബോഡി റെസ്റ്റിലാണെങ്കിൽ ആ റെസ്റ്റിൽ നിന്ന് മാറാനുള്ള ഒരു കഴിവുകേട്, മോഷനിലാണെങ്കിൽ മോഷനിൽ നിന്ന് മാറാനുള്ള കഴിവുകേട്. ബെസ്റ്റ് എക്സാമ്പിൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഉറങ്ങുവാണ് കിടന്ന്. ഓക്കെ, നിങ്ങൾ കിടന്ന് ഉറങ്ങുവാണ്. അപ്പോൾ ഉറങ്ങുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഉറങ്ങിക്കൊണ്ടേയിരിക്കാൻ വേണ്ടി എന്ത് ചെയ്തുകൊണ്ടിരിക്കും? എണീക്കാൻ വേണ്ടി നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാവും. അവരെ സ്കൂളിൽ പോകണം, ഒന്ന് വിളിക്കുന്നു, എണീക്കുമോ? ഇല്ല. സോ ഒരു വസ്തു റെസ്റ്റിലാണെങ്കിൽ നമ്മൾ റെസ്റ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്തിരിക്കാൻ വേണ്ടിയാണ് ആ വസ്തു ശ്രമിക്കുക. ഒരു വസ്തു മോശനിലാണെങ്കിൽ ആ മോശനിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും. നമുക്ക് വേറെ എക്സാമ്പിൾ നോക്കാം. ഇവിടെ നോക്കി ഇവിടെ ഒന്നുകൂടെ. ഓക്കെ, ഇവിടെ
ഈ പേഴ്സണും ബസ്സും എന്താണ് മോശനിലാണ്. അപ്പോഴാണ് നമ്മുടെ പേഴ്സൺ ചാടി റോഡിലോട്ട് ഇറങ്ങി അതേ കണക്ക് നിൽക്കാൻ പറ്റുമോ? ഇല്ല. ഇയാൾ ഇത്രയും നേരം മോശനിലായിരുന്നു. അപ്പോൾ ഇനിയും ആ പേഴ്സന്റെ ബോഡി എന്ത് ചെയ്യും? മോശനില്ലാതെ തന്നെ തുടരാൻ നോക്കും. അതുകൊണ്ടാണ് പുള്ളിക്കാരൻ അവിടെ നിൽക്കാൻ പറ്റാതെ പിന്നെയും പുള്ളിക്കാരൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നിങ്ങൾ ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ, നിങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ നിങ്ങൾ ഇറങ്ങുന്ന സമയത്ത് കണ്ടക്ടർ പറയും ആ നടന്നങ്ങ് ഇറങ്ങിക്കോളാൻ പറയും. അല്ലാതെ ഇറങ്ങി ചാടി നമുക്ക് അവിടെ നിൽക്കാൻ പറ്റത്തില്ല. നിന്ന് കഴിഞ്ഞാൽ നമ്മൾ വീഴും. കാരണം നമ്മൾ ബസ്സിൻ്റെ കൂടെ റണ്ണിങ്ങിലാണ്. അപ്പോൾ നമ്മൾ ബസ്സിന് പെട്ടെന്ന് നമ്മൾ ചാടി ഇറങ്ങി റെസ്റ്റിൽ നിൽക്കാൻ നോക്കി കഴിഞ്ഞാൽ ഇതേ സമ്മതിക്കില്ല. ഇറ്റ് ഈസ് ഇനബിലിറ്റി ഓഫ് എ ബോഡി ടു കണ്ടിന്യൂ ഇറ്റ്സ് മോഷൻ. നമ്മൾ മോഷനിലാണെങ്കിൽ നമ്മുടെ ബോഡി മോഷനിൽ തന്നെ കണ്ടിന്യൂ ശ്രമിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ചാടി ഇറങ്ങിയിട്ട് കുറച്ച് മുമ്പോട്ട് നടക്കും, അല്ലെങ്കിൽ കുറച്ച് മുമ്പോട്ടൊന്ന് ഓടും. അപ്പോഴത്തേക്കും നമ്മുടെ ബോഡി പതുക്കെ എന്തിലോട്ട് വരും? റെസ്റ്റിലോട്ട് വരും. അതാണ് പറഞ്ഞത്. ഓക്കെ, നമുക്ക് നോക്കാം. ഇവിടെ രണ്ടുപേരും മോഷനിലായിരുന്നു. ഇയാൾ പെട്ടെന്ന് ചാടി ഇറങ്ങി കഴിഞ്ഞാൽ അത് അവിടെ തന്നെ നിൽക്കുമോ? ഇല്ല. അത് പിന്നെയും മോഷനിൽ കണ്ടിട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ശ്രമിച്ചുകൊണ്ടിരിക്കും. സോ ദിസ് ഈസ് കോൾഡ് ഇനേഷ്യ. Inability of a body to continue its own inability of a body to change its states of rest or motion. It's called inertia. നിങ്ങളിത് കാണാൻ പഠിക്കുന്നു വേണ്ട. എൻട്രൻസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ, JEE, നീറ്റ്, കീമിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത് കാണാതെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ഓക്കെ, കൺസെപ്റ്റുകൾ ക്ലിയർ ആയിരിക്കുക. ഓക്കെ, ഈ ഇനേഷ്യനെ പറ്റി പറയുന്ന ലോയാണ് ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ. അതേപോലെ ഇവിടെ നോക്കുക. വളരെ സിമ്പിൾ ഒരു എക്സാമ്പിളാണ്. നോക്കിയേ, ഇവിടെ നമുക്കൊരു പേപ്പർ ഉണ്ട്. ഈ പേപ്പറിൻ്റെ മുകളിൽ ഒരു കോയിൻ വെച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മൾ പേപ്പറിൽ പിടിച്ച് പെട്ടെന്ന് വലിച്ചെടുക്കുക. ഓക്കെ, കോയിൻ ഇവിടെ റെസ്റ്റിലായിരുന്നു, പേപ്പർ ഇവിടെ റെസ്റ്റിലായിരുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു? പേപ്പറിൽ പിടിച്ച് പെട്ടെന്ന് എന്ത് ചെയ്യുന്നു? വലിച്ചെടുക്കുന്നു. അതേസമയം കോയിൻ അവിടെ തന്നെ എന്ത് ചെയ്യാൻ ശ്രമിക്കും? റെസ്റ്റിൽ തന്നെ തുടരാൻ ശ്രമിക്കും. നിങ്ങൾ പതുക്കെ പിടിച്ച് വലിച്ചടിച്ച് കഴിഞ്ഞാൽ കോയിൻ നിങ്ങളുടെ പതുക്കെ വരും. നിങ്ങൾ പെട്ടെന്നൊരു മോഷൻ ഉണ്ടാക്കണം. ഓക്കെ, പതുക്കെ ശ്രമിച്ചിട്ട് കാര്യമില്ല. ഓക്കെ, ഇവിടെ നമ്മുടെ പേപ്പർ ഇവിടെ ഉണ്ട്, കോയിന് റെസ്റ്റിലിരിക്കുകയാണ്. നമ്മൾ പെട്ടെന്ന് പേപ്പറിനെ പിടിച്ചാൽ വലിക്കുകയാണ്. ഈ കോയിൻ്റെ ഫ്രിക്ഷന് പേപ്പറിനകത്തോട്ട് ആക്ട് ചെയ്യാൻ കിട്ടുന്ന ടൈമിന് മുമ്പ് നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യണം? വലിക്കുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? ആ കോയിൻ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ പേപ്പർ ഇറങ്ങിപ്പോവും, കോയിൻ എന്ത് ചെയ്യും? താഴെ വെള്ളത്തിൽ വന്ന് വീഴും. കണ്ടോ? വളരെ ഒരു എക്സാമ്പിൾ. നിങ്ങൾ ക്യാരം ബോർഡ് കളിക്കുമ്പോൾ നമ്മൾ ആ ക്യാരം ബോർഡിൻ്റെ ആ ഒരു സാധനം ഇങ്ങനെ പൈല് പോലെ ഇങ്ങനെ അടുക്കി വെക്കും. ഇങ്ങനെ അടുക്കി ഇങ്ങനെ മുകളിൽ വെക്കും. നിങ്ങൾ സ്ട്രൈക്കർ വെച്ചിട്ട് ഇവിടെ കറക്റ്റ് ഇവിടെ നല്ല ഫോഴ്സിൽ അടിക്കുകയാണെങ്കിൽ അടിയിലത്തത് മാത്രമേ ഇളകി പോത്തുള്ളൂ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് നിങ്ങൾ ക്യാരംസിൻ്റെ കട്ട ഇതേപോലെ ഇങ്ങനെ അടുക്കി ഇങ്ങനെ പൈല് പോലെ വെച്ചേക്കുവാണ്. നിങ്ങളുടെ സ്ട്രൈക്കർ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? വളരെ ഫോഴ്സിൽ ഈ കറക്റ്റ് അടിയിലത്തെ കട്ടയിൽ തന്നെ അടിച്ചു കഴിഞ്ഞാൽ അടിയിലത്തെ കട്ട മാത്രമേ ഇളകി പോകത്തുള്ളൂ. ഇത് മൊത്തം ഒന്നും വീഴൂല. എന്തുകൊണ്ടാണ്? ഇവിടെ ഈ ഒരു സ്ട്രൈക്കറിൻ്റെ പൈൽസ് റെസ്റ്റിലിരിക്കുവാണ്. അത് റെസ്റ്റിലിരിക്കാൻ തന്നെ കണ്ടിന്യൂ ചെയ്യും. ആർക്കാ ഫോഴ്സ് കിട്ടിയത്? ഈ സ്ട്രൈക്കർ വന്നിട്ട് ഇടിച്ചാറ് ഈ താഴത്തെ ഈ ഒരു സാധനത്തിൽ മാത്രമേ ഒന്ന് ഇടിച്ചോളൂ. അപ്പോൾ താഴത്തെ സാധനം മാത്രം എന്ത് ചെയ്യും? മോഷനിലൂടെ എന്ത് ചെയ്യും? ബാക്കിയുള്ളവരെല്ലാം റെസ്റ്റിൽ തന്നെ ഇരിക്കാൻ വേണ്ടി ശ്രമിക്കും. നിങ്ങൾ പതുക്കെ അടിച്ചു കഴിഞ്ഞാൽ എല്ലാം അവിടെ വന്ന് വീഴും. പതുക്കെ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു സ്ട്രൈക്കറിൻ്റെ ഇടയിൽ ഫ്രിക്ഷൻ ഉണ്ട്. അതൊക്കെ പിന്നത്തെ കാര്യം പറയാം. സ്ട്രൈക്കറിൻ്റെ ഇടയിൽ ഫ്രിക്ഷൻ ഉണ്ട്. ഫ്രിക്ഷൻ കാരണം എല്ലാത്തൊരു ഫോഴ്സിലും എല്ലാം വന്ന് വീഴും. പക്ഷെ നിങ്ങൾ പെട്ടെന്ന് അടിക്കുകയാണെങ്കിൽ ആ ഫ്രിക്ഷൻ എത്തുന്നതിന് മുമ്പേ നിങ്ങൾക്ക് അതിനപ്പുറത്തോട്ട് എത്തിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ആ മുകളിലിരിക്കുന്ന കട്ടകളൊന്നും വീഴാതെ എന്ത് ചെയ്യും? അടിയിലത്തെ കട്ട നീങ്ങി പോകും. ദിസ് ഈസ് കോൾഡ് ഇനേഷ്യ. ഒരു ബോഡി റെസ്റ്റിലിരിക്കുകയാണെങ്കിൽ ആ ബോഡി റെസ്റ്റിൽ തന്നെ ഇരിക്കാൻ ശ്രമിക്കും. ഒരു ബോഡി മോഷനിലിരിക്കുകയാണെങ്കിൽ അതിനെ മോഷനിൽ തന്നെ ഇരിക്കാൻ ശ്രമിക്കും. ഓക്കെ, അതിനെ ചേഞ്ച് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇറ്റ് ഈസ് ഇനബിലിറ്റി ഓഫ് എ ബോഡി ടു ചേഞ്ച് ഇറ്റ് സ്റ്റേറ്റ്സ് ഓഫ് മോഷൻ ഓർ റെസ്റ്റ്. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ലോ ഓഫ് മോഷൻ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് ലോ ഓഫ് ഇനേഷ്യ. ഇത് വിളിക്കും ലോ ഓഫ് ഇനേഷ്യ നമ്മൾ വിളിക്കാറുണ്ട്. സോ നമുക്ക് നോക്കാം എന്താ സംഭവം. എ ബോഡി വിൽ റിമെയിൻ അറ്റ് റെസ്റ്റ് ഓർ മോഷൻ അണ്ടിൽ ആൻഡ് അൺലെസ് സം എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ഇറ്റ്. അതായത് ഒരു ബോഡി അത് മോഷനിലാണെങ്കിൽ മോഷനിൽ തന്നെ തുറന്നുകൊണ്ടിരിക്കും. അത് റെസ്റ്റിലാണെങ്കിൽ റെസ്റ്റിൽ തന്നെ തുറന്നുകൊണ്ടിരിക്കും. എപ്പോൾ വരെ? ഒരു പുറത്തുനിന്നൊരു ഫോഴ്സ് വന്നതിനെ അതിനെ മാറ്റുന്നിടം വരെ. ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കി
ഇവിടെ ഈ പേപ്പറും കട്ട റെസ്റ്റിലായിരുന്നു അല്ലേ, അതിൻ്റെ മുകളിൽ കോയിൻ ഇരിപ്പുണ്ടായിരുന്നു. ഈ പേപ്പറും കട്ട എപ്പോഴാണ് മൂവ് ചെയ്തത്? നമ്മൾ വന്ന് വലിച്ചപ്പോൾ, നമ്മൾ പുറത്ത് ഫോഴ്സ് കൊടുത്തപ്പോൾ അല്ലേ? അല്ലെങ്കിൽ ആ പേപ്പറും കട്ട അവിടെ തന്നെ ഇരിക്കത്തില്ല എത്ര നേരം വേണമെങ്കിലും. ഇവിടെ നോക്ക്, ഇവിടെ ഈ പുള്ളിക്കാരൻ സ്വയമേ ചാടി ഇറങ്ങിയതിനെ കൊണ്ടാണ് എന്ത് ചെയ്തത്, വന്ന് വീണത്. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾ ഒരു സ്ഥലത്ത് ഒരു കസേരയിൽ ഇരിക്കുകയാണ്, അപ്പം നിങ്ങൾ റെസ്റ്റിലാണ്. ഓക്കെ, നിങ്ങൾക്ക് മോശമല്ലാവണമെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾ തന്നെ ഫോഴ്സ് കൊടുത്ത് എണീക്കണം, അല്ലെങ്കിൽ പുറകിൽ നിന്ന് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് നിങ്ങൾ എന്ത് ചെയ്യണം, തരണം അല്ലേ? അതൊരു ബോഡി വിൽ കണ്ടിന്യൂ ഇറ്റ്സ് ഇൻ പൊസിഷൻ ഓഫ് റെസ്റ്റ് ഓർ ഇൻ മോഷൻ അൺടിൽ ആൻഡ് അൺലെസ് ആൻ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ടിനുണ്ട്. ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യാതെ ഒരു ബോഡി എന്ത് ചെയ്യൂല, റെസ്റ്റ് ചെയ്യുന്നോ മോഷൻ ചെയ്യുന്നോ മാറത്തില്ല എന്ന് ആര് പറയുന്നത്? ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ പറയുന്നത്. എത്ര ഉള്ളതാണ്, നിങ്ങളെ പുറത്തുനിന്നൊരു ഫോഴ്സ് നിങ്ങളെ പുഷ് ചെയ്യാതെ ഒരിക്കലും മോഷനിനോ, നിങ്ങൾ മോഷൻ ഇരിക്കുവാണെങ്കിൽ നിങ്ങളുടെ മോഷൻ ചെയ്യുന്നോ, റെസ്റ്റ് ഇരിക്കുവാണെങ്കിൽ റെസ്റ്റ് ചെയ്യുന്നോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യാൻ പറ്റൂല. ദ ബോഡി വിൽ കണ്ടിന്യൂ ഇറ്റ്സ് വെർച്യൂ ഓഫ് റിമെയിൻസ് സ്റ്റേറ്റ് ഓഫ് മോഷൻ ഓർ റെസ്റ്റ്. റെസ്റ്റിലാണെങ്കിൽ റെസ്റ്റിൽ തന്നെ, മോഷനിലാണെങ്കിൽ മോഷനിൽ തന്നെ. എപ്പോൾ വരെ? അൺടിൽ ആൻഡ് അൺലെസ് ആൻ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ടിങ് ഉണ്ട്. ഒരു പുറത്തുനിന്നൊരു ഫോഴ്സ് അതിനെ മാറ്റുന്നിടം വരെ എന്ത് ചെയ്യും, റെസ്റ്റിൽ തന്നെ തുടർന്നു. അപ്പോൾ നിങ്ങളത് ആലോചിച്ച് നോക്കുക. നിങ്ങൾ ഇപ്പോൾ ന്യൂട്ടൺ പറയുന്ന അനുസരിച്ചിട്ട് ഇപ്പോൾ ഒരു ഫുട്ബോൾ നിങ്ങൾ അടിച്ചു വിടുമെന്ന് വിചാരിക്കും. ഒരു ഫുട്ബോൾ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ കാല് വെച്ചു, ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ആണല്ലോ കാല്, നിങ്ങൾ എക്സ്റ്റേണൽ ഫോഴ്സ് വെച്ച് അടിച്ചു വിടുമെന്ന് വിചാരിക്കുക. അപ്പോൾ ന്യൂട്ടൺ ലോ പ്രകാരം ഇത് മോശമല്ലായില്ലേ? അപ്പോൾ ഇത് മോഷനിൽ തന്നെ തുടർന്നുകൊണ്ടിരിക്കട്ടെ. എന്തുകൊണ്ടാണ് നിൽക്കുന്നത്? ഫുട്ബോൾ അടിച്ചു കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിഞ്ഞാൽ നിൽക്കത്തില്ലണം. പക്ഷെ ന്യൂട്ടൺ ലോ പ്രകാരം എന്താ, ഒരു അൺബാലൻസ്ഡ് ഫോഴ്സ് കൊടുക്കുന്നിടം വരെ അതിൻ്റെ മോഷനിലാണെങ്കിൽ മോഷനിൽ തന്നെ തുടർന്നുകൊണ്ടിരിക്കും, റെസ്റ്റിലാണെങ്കിൽ റെസ്റ്റിൽ തന്നെ തുടർന്നുകൊണ്ടിരിക്കും. പിന്നെ എന്തുകൊണ്ട് ഫുട്ബോൾ നിൽക്കുന്നു? അവിടെ ഒരു അൺബാലൻസ്ഡ് ഫോഴ്സ് ഉണ്ട്. നിങ്ങൾ ഫുട്ബോൾ അടിക്കുന്നത് ഗ്രൗണ്ടിൽ കൂടെ ആണ് അല്ലേ? ഈ ഗ്രൗണ്ടിലേക്കൂടെ ഫുട്ബോൾ കടന്ന് ഉരുളുമ്പോൾ അവിടെ ഫ്രിക്ഷൻ ഉണ്ട്. ഗ്രൗണ്ടിൽ എന്തുണ്ട്? ഫ്രിക്ഷൻ ഉണ്ട്, കല്ലുണ്ട്, മണ്ണുണ്ട്. അപ്പോൾ ഇതിനെ തട്ടിയാണ് പോവുക. അപ്പോൾ ഇതിന് ഓരോ സെക്കൻഡും, ആ ഉരുളുന്ന ഓരോ സെക്കൻഡും ഇതിന് അൺബാലൻസ്ഡ് ഫോഴ്സ് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അങ്ങനെയാണ് വന്ന് നിൽക്കുക. അല്ല ഇവിടെ നിങ്ങൾ ഫ്രിക്ഷൻ ഒന്നുമില്ല സ്ഥലത്ത് കൊണ്ടൊരു ബോൾ ഉരുട്ടി വിട്ട് കഴിഞ്ഞാൽ അത് ഉരുണ്ടോണ്ടേയിരിക്കും. പറഞ്ഞ മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ ആലോചിക്കും, നിങ്ങൾ പൊക്കി വിടുവാണ്, അല്ലെങ്കിൽ ഫുട്ബോൾ ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യാതെ വലിച്ചടിക്കുകയാണ് മുകളിലോട്ട്. അപ്പോൾ എന്താ നിൽക്കുന്നത്? അവിടെ എയർ ഡ്രാഗ് ഉണ്ട്, അറ്റ്മോസ്ഫിയർ ഉണ്ട് നമ്മുടെ ഭൂമിയിൽ. അറ്റ്മോസ്ഫിയർ എന്ത് ചെയ്യും, ആ ഒരു ബോളിനെ പൊക്കോണ്ടിരിക്കുമ്പോഴേ എന്ത് ചെയ്യും, ഡ്രാഗ് ചെയ്ത് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ആണത്. ഓക്കെ, അറ്റ്മോസ്ഫിയർ എക്സ്റ്റേണൽ ഫോഴ്സ് ആണ്. സോ അതിനെ ഡ്രാഗ് ചെയ്ത് എന്ത് ചെയ്യും, പതുക്കെ സ്റ്റോപ്പിലോട്ട് വരും. ഓക്കെ, ഈ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ഇല്ലായിരുന്നെങ്കിൽ ആ ബോളിനെ അടിച്ച് കഴിഞ്ഞാൽ അത് ബോൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പൊക്കോണ്ടേയിരിക്കും. പറഞ്ഞാൽ മനസ്സിലായോ? സോ വാട്ട് ഇസ് എ ഫോഴ്സ്? എന്താണ് ഒരു ഫോഴ്സ് എന്ന് പറഞ്ഞാൽ? എ പുഷ് ഓർ എ പുള്ളിയൊക്കെയുള്ള ഫോഴ്സ്. ഒരു പുഷ് അല്ലെങ്കിൽ ഒരു പുള്ളിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഫോഴ്സ്. ഓക്കെ അല്ലേ? ഒന്നെങ്കിൽ നോക്കേ, ഇതൊരു ബോഡിയാണ്, ഒരു മാസുള്ള ബോഡിയാണ്. ഇതിനൊന്നെങ്കിൽ നമുക്ക് പുഷ് ചെയ്യാം. ഇങ്ങനെ പുഷ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് വലിക്കാം, പുള്ളി ചെയ്യാം. ഇതിനാണ് എന്തെന്ന് വിളിക്കുക? ഫോഴ്സ് എന്ന് വിളിക്കുക. ഓക്കെ, ഒന്നെങ്കിൽ നമുക്കൊരു ബോക്സ് കൊണ്ട് ഇരിപ്പോണെന്ന് വിചാരിക്കാം. ആ ബോക്സിനെ ഞാൻ പുഷ് ചെയ്യുന്നു, ഫോഴ്സാണ്. പുള്ളി ചെയ്യുന്നു, ഫോഴ്സാണ്. ക്ലിയർ ആണോ? ഇതൊരു മുകളിലോട്ട് താഴോട്ട് നമുക്ക് പുഷിയും പുള്ളും ചെയ്യാൻ നോക്കി. ഇതെന്താണ്? വലിക്കുകയാണ്, പുള്ളിയാണ്. പൊക്കിയെടുക്കുന്നു, അത് അതും പുള്ളാണ്. ഞാൻ താഴോട്ടാക്കുന്നു, പുഷ്. ഓക്കെ, സോ അതാണ് ഫോഴ്സിനെ പറ്റി പറയുന്നത്. ഓക്കെ, നമ്മൾ പതുക്കെ നമ്മുടെ കൺസെപ്റ്റുകൾ ബിൽഡ് ചെയ്തുകൊണ്ട് വരുവാണ്. ശ്രദ്ധിച്ചിരിക്കുക. സോ മൊമെൻറ്റം, വാട്ട് യു മീൻ ബൈ മൊമെൻറ്റം ശ്രദ്ധിച്ചിരിക്കുക. നിങ്ങൾ തൽക്കാലം മൊമെൻറ്റം ഞാൻ ഈ പറയുന്ന പോലെ പഠിച്ചേക്കാം. അപ്പോൾ കൂടുതൽ നിങ്ങൾ ആലോചിക്കുക വേണ്ട. മൊമെൻറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ പ്രൊഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി. മാസും വെലോസിറ്റി കൂടെ ഇൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന സാധനമാണ് എന്ത്? മൊമെൻറ്റം. മാസും വെലോസിറ്റി കൂടെ ഇൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന സാധനമാണ് മൊമെൻറ്റം. ഓക്കെ, വാട്ട് ഇസ് എ മൊമെൻറ്റം? മൊമെൻറ്റം ഈസ് എ പ്രൊഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതിനകത്തുള്ള ഈ വെലോസിറ്റി എന്ന് പറഞ്ഞ ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ആ ഡയറക്ഷൻ ഉണ്ട്, അതിനെന്തുണ്ട്? മാഗ്നിറ്റ്യൂഡ് ഉണ്ട്. ഓക്കെ, വെലോസിറ്റി ഇപ്പോൾ നമ്മൾ പറയാണ്, വെലോസിറ്റി എന്ന് പറയുമ്പോൾ അതിനകത്ത് ഡയറക്ഷൻ ഉണ്ട്, മാഗ്നിറ്റ്യൂഡ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു മൊമെൻറ്റത്തിനും എന്തുണ്ട്? മൊമെൻറ്റം ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്, അതിന് ഡയറക്ഷനും ഉണ്ട്, മാഗ്നിറ്റ്യൂഡും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, മൊമെൻറ്റത്തിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? വെലോസിറ്റിയുടെ ഡയറക്ഷൻ എങ്ങോട്ടാണോ അത് തന്നെയാണ് മൊമെൻറ്റത്തിൻ്റെ ഡയറക്ഷൻ. നമ്മൾ പറയുകയാണ്, ഒരു ബോക്സ് അല്ലെങ്കിൽ ഒരു ബോൾ ഓക്കെ,
2 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിൽ ഇങ്ങോട്ട് പോകണം. ഓക്കെ അല്ലേ? ഇതിൻ്റെ മാസ് 2 കിലോ. അപ്പോൾ ഇതിൻ്റെ മൊമെന്റ് എന്താണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? പി സീക്വൽ ടു മാസ് എത്ര? 2, വെലോസിറ്റി എത്ര? 2. 4 മൊമെന്റത്തിന്റെ മാഗ്നിറ്റ്യൂഡ് വാല്യൂ. സോ ഇതിന്റെ ഡയറക്ഷൻ എന്താ? വെലോസിറ്റി ഡയറക്ഷൻ എന്താണ്? ഇങ്ങോട്ടല്ലേ? മൊമെന്റത്തിന്റെ ഡയറക്ഷൻ എന്തായിരിക്കും? അങ്ങോട്ടായിരിക്കും. വെലോസിറ്റി ഡയറക്ഷൻ എങ്ങോട്ടാണോ അതേ ഡയറക്ഷനിലായിരിക്കും ആര്? മൊമെന്റം. ഓക്കെ അല്ലേ? വെലോസിറ്റി ഡയറക്ഷൻ എങ്ങോട്ടാണോ അതേ ഡയറക്ഷനിലാണ് മൊമെന്റം ഉള്ളത്. ഓക്കെ, സോ വാട്ട് ഈസ് മൊമെന്റം? മൊമെന്റം ഇസ് എ പ്രോഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി. ഓക്കെ, ഇറ്റ് ആക്ട്സ് അലോങ് ദ ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി. വെലോസിറ്റി ഡയറക്ഷനിലാണ് മൊമെന്റം ആക്ട് ചെയ്യുക. ഓക്കെ അല്ലേ? സോ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചേക്കുക. ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ. നീ ഒരുപാട് കൺഫ്യൂഷൻ ആയിട്ടുള്ള സാധനമായിരിക്കും ഇത്, പക്ഷെ ഇനി തൊടുത്ത് ക്ലിയർ ആവും. ശ്രദ്ധിച്ചേക്കുക. ഓക്കെ, സോ എന്താണ് ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഓക്കെ, ശ്രദ്ധിച്ചേക്കണേ. സോ കൺസിഡർ യു ഹാവ് എ മാസ്. നിങ്ങളുടെ കയ്യിലൊരു മാസ് ഉണ്ടെന്ന് വിചാരിക്കും. ഓക്കെ, ഇതാണ് നിങ്ങളുടെ കയ്യിലൊരു മാസ്. ഓക്കെ, സോ ഈ മാസ് നിങ്ങളുടെ കയ്യിലുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ മാസിന് കുറേ ഫോഴ്സുകൾ കൊടുക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഇവിടുന്ന് ഒരു ഫോഴ്സ് കൊടുക്കുന്നു F1, ഇവിടുന്ന് ഒരു ഫോഴ്സ് കൊടുക്കുന്നു F2, ഇവിടുന്ന് ഒരു ഫോഴ്സ് കൊടുക്കുന്നു F3. ഓക്കെ, സപ്പോസ് കുറേ ഫോഴ്സുകൾ നിങ്ങൾ എന്ത് ചെയ്യണം? കൊടുക്കുകയാണ്. നിങ്ങൾ ഫോഴ്സ് കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു മാസുള്ള ഈ ഒരു ബോഡി എന്ത് ചെയ്യുന്നു? മൂവ് ചെയ്യണം. സ്വാഭാവികമാണല്ലോ. സോ എങ്ങനെ, ഏത് വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നത്? വി വെലോസിറ്റിയിൽ. ഏതൊരു വി വെലോസിറ്റിയിൽ മൂവ് ചെയ്യണം. ഓക്കെ അല്ലേ? ദിസ് ഈസ് എ 1 സെക്കൻഡ്. ഓക്കെ, ഏതൊരു വെലോസിറ്റിയിൽ ഇത് എന്ത് ചെയ്യുകയാണ്? മൂവ് ചെയ്യാണ്. സോ സപ്പോസ് വിചാരിക്കുക ദിസ് ഇസ് എ ടൈം ടി, ടൈം ഈക്വൽ ടു ടി. ഓക്കെ, ടി ടൈം, ഏതോ ഒരു ടൈം എനിക്കറിയില്ല, ഞാനതെല്ലാം വേരിയബിൾ വെച്ച് പറയാം. ഓക്കെ, വളരെ സിമ്പിൾ. ശ്രദ്ധിക്കുക, നിങ്ങളുടെ കയ്യിൽ ഒരു മാസ് ഉണ്ട്. മാസിനകത്ത് ഒരുപാട് ഫോഴ്സുകൾ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫോഴ്സുകൾ ആക്ട് ചെയ്യുന്നതിൻ്റെ പരമായിട്ട് എന്ത് ചെയ്യുന്നു? മാസ് അങ്ങോട്ട് നീങ്ങുന്നു. മാസ് നീങ്ങുവാണെങ്കിൽ അതിനെന്തുണ്ടാവും? ഉറപ്പായിട്ടും വെലോസിറ്റി കാണും. ഓക്കെ അല്ലേ? ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ? സോ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിച്ച് കേൾക്കണേ. കുറച്ച് സമയത്തിന് ശേഷം, കുറച്ച് സമയം എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് സമയം, സോ സം ടൈം ആഫ്റ്റർ, വളരെ കുറച്ച് സമയത്തിന് ശേഷം, ഈ വളരെ കുറച്ച് സമയത്തിന് നമ്മൾ ഒരു ചെറിയ സമയം, ഇപ്പം ഞാൻ പറയണം 0.1 സെക്കൻഡ്. ഓക്കെ, വളരെ ചെറിയ സമയം, അതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ DT തരുന്നത്. എന്താണ് എഴുതുന്നത്? DT. ഓക്കെ അല്ലേ? സോ വളരെ കുറച്ച് സമയത്തിന് ശേഷം, ശ്രദ്ധിച്ച് കേൾക്കണേ, വളരെ കുറച്ച് സമയത്തിന് ശേഷം അല്ലേ വേണം, നമുക്കത് പറയാം. അപ്പോൾ ഇവിടെ 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 നോക്കാം. ഇവിടെ പല പല ഫോഴ്സുകളാണ് ആക്ട് ചെയ്തതെന്ന് പറഞ്ഞല്ലോ ഞാൻ. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ടോട്ടൽ ഫോഴ്സ് നമ്മൾ പറയുന്നവരാണ് എഫ് നെറ്റ് ഫോഴ്സ്. ഓക്കെ, ഇവിടുത്തെ നെറ്റ് ഫോഴ്സ് എന്താ? ഇവിടുത്തെ നെറ്റ് ഫോഴ്സ് എന്താ? ഞാൻ അതിനെ വിളിച്ചു എഫ് നെറ്റ്. ഓക്കെ, ഇവിടുത്തെ നെറ്റ് ഫോഴ്സ് എന്താണ്? എഫ് നെറ്റ് ആണ്. ഓക്കെ അല്ലേ? എനിക്കറിയില്ല, ഞാൻ ചുമ്മാ ഒരു കാര്യം കൊടുത്തേക്കാണ്. ഇവിടുത്തെ വെലോസിറ്റി ഹിയർ, ഇവിടുത്തെ വെലോസിറ്റി എന്താ? ഇവിടുത്തെ വെലോസിറ്റി വി ആണ്. ഓക്കെ, ഇനി വാട്ട്സ് എ മൊമെന്റം? ഇവിടുത്തെ മൊമെന്റം എന്താ? മൊമെന്റം പി ഈക്വൽ ടു എം വി അല്ലേ? മാസ് എത്ര? ഇവിടുത്തെ മാസ് ഞാൻ എം ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇവിടുത്തെ വെലോസിറ്റി എത്ര? എം വി ആണ്. ഇവിടുത്തെ വെലോസിറ്റി എം വി ആണ് വിചാരിക്കുക. ശ്രദ്ധിച്ചേക്കണേ, നിങ്ങൾ ഇത് അവസാനം വരെ കേട്ടാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇത് മനസ്സിലാവും. ശ്രദ്ധിച്ചിരിക്കുക. പേഷ്യൻസ് ഉള്ള ആൾക്കാർക്ക് കൺസെപ്റ്റുകൾ പെട്ടെന്ന് കൂടി കിട്ടും. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക, അവസാനം വരെ ശ്രദ്ധിക്കുക. ഒന്നുകൂടെ പറയാൻ, ഞാൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. എൻ്റെ കയ്യിൽ ഒരു മാസ് ഉണ്ട്, മാസ് എം. ഈ മാസിൽ ഒരുപാട് ഫോഴ്സുകൾ ഇങ്ങനെ ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എനിക്കിങ്ങനെ ഒത്തിരി ഫോഴ്സ് ഇങ്ങനെ വരച്ച് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തതിനെ കൂടി ഞാൻ എന്ത് ചെയ്യുന്നു? നെറ്റ് ഫോഴ്സ് എന്ന് വിളിക്കുന്നു. ഞാൻ എന്ത് വിളിക്കുന്നു? നെറ്റ് ഫോഴ്സ് എന്ന് വിളിക്കുന്നു. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടുത്തെ നെറ്റ് ഫോഴ്സ്, ഇതിനെല്ലാം കൂടെ ഇതിനെ വെക്ടർ സം ചെയ്ത് ഇവിടുത്തെ നെറ്റ് ഫോഴ്സ് കിട്ടുമല്ലോ. ഇതിന് വെക്ടർ സം ചെയ്യുമ്പോൾ കിട്ടുന്ന സാധനമാണ് എഫ് നെറ്റ്. ഓക്കെ അല്ലേ? എഫ് നെറ്റ്. ഓക്കെ, ഇവിടുത്തെ മൊമെന്റം എന്താണ്? വാട്ട്സ് എ മൊമെന്റം ഹിയർ? ഇവിടുത്തെ മൊമെന്റം എന്താ? പി ഈക്വൽ ടു എം വി. ഡൗട്ട് ഉള്ളവർ കാണുന്നു. ഓക്കെ, എഫ് നെറ്റ് എന്ന് വെച്ചാൽ എന്തുവാ? ഇതും കൂടെ കൂട്ടിയാൽ മതി. F1 പ്ലസ് F2 പ്ലസ് F3 ഈക്വൽ ടു എഫ് നെറ്റ്. ഇവിടുത്തെ ഫോഴ്സ് എല്ലാം കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്ന സാധനമാണെന്ത്? എഫ് നെറ്റ്. ഇത്ര മനസ്സിലാക്കാം. ഓക്കെ അല്ലേ? പറഞ്ഞ ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? സോ നമ്മുടെ കയ്യിൽ മാസ് ഉണ്ട്. മാസിനകത്ത് ഒരുപാട് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഫോഴ്സ് ആക്ട് ചെയ്യുന്ന കാരണം അതൊരു മൂവ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ വെലോസിറ്റി വി ആണ്. ഹിയർ ദ നെറ്റ് ഫോഴ്സ് ഈസ് എഫ് നെറ്റ് എങ്ങനെ കിട്ടി? ഇവിടെ ഉള്ള ഫോഴ്സുകളെല്ലാം വെക്ടർ അടിച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? എഫ് നെറ്റ് കിട്ടും. വാട്ട് ഇസ് എ മൊമെന്റ് ഹിയർ? പി ഈക്വൽ ടു എം വി. ഇത്രയും കാര്യം ഓക്കെ ആണ്. ഓക്കെ സാർ, കുറച്ച് സമയത്തിന് ശേഷം, വളരെ കുറച്ച് സമയത്തിന് ശേഷം, ഓക്കെ അല്ലേ? എത്ര സമയത്തിന് ശേഷം? DT ടൈമിന് ശേഷം. DT കുറച്ച് സമയം, വളരെ ചെറിയ സമയം, അതാണ് DT, ചെറിയ ടൈം. ഓക്കെ,
വളരെ ചെറിയ സമയത്തിന് ശേഷം എന്ത് സംഭവിക്കും? ഈ ഒരു ബോഡി മൂവ് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ. സോ ബോഡിയുടെ മാസിന് വല്ല വ്യത്യാസമുണ്ടോ? നിങ്ങൾ ബോഡിയുടെ മാസിന് വല്ല വ്യത്യാസമുണ്ടോ? നിങ്ങളൊരു ട്രോളി എടുത്തിട്ട് എന്ത് ചെയ്യാണ്? തള്ളുവാണ്. കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ മാസ് കൂടും? ഇല്ല, മാസ് കൂടില്ല, മാസിന് വ്യത്യാസം ഇല്ല. ഓക്കെ. വാട്ട്സ് എ കേസ് ഓഫ് എഫ് നെറ്റ്? ഇല്ല, നമ്മൾ നേരത്തെ കൊടുത്ത അതേ ഫോഴ്സ് തന്നെ എപ്പോഴും കൊടുക്കുന്നത്. എഫ് നെറ്റ് വ്യത്യാസമില്ല. വെലോസിറ്റി മാറും. നമ്മൾ ഫോഴ്സ് കൊടുത്തോണ്ടേയിരിക്കും, നമ്മൾ ആക്സിലേറ്റർ കൊടുത്തോണ്ടേയിരിക്കുവാണെങ്കിൽ എന്ത് ചെയ്യും? വളരെ സ്പീഡ് കൂടിക്കൊണ്ടേയിരിക്കും. സോ വെലോസിറ്റി എന്ത് ചെയ്യും? കൂടും. എത്ര കൂടൂടാ? വെലോസിറ്റി എത്ര കൂടും? വി പ്ലസ് ചെറിയ സമയം കൊണ്ട് കൂടി. നേരത്തെ വി ഉണ്ടായിരുന്നു, അപ്പോൾ കുറച്ചുകൂടെ കൂടി കാണൂല്ലേ? എത്ര കൂടി കാണും? ഡി ടി എന്ന് പറഞ്ഞാൽ ചെറിയ സമയമല്ലേ നമ്മൾ എടുത്തത്, അപ്പോൾ എത്ര വെലോസിറ്റി കൂടി കാണും? വളരെ ചെറിയ വെലോസിറ്റി ആയിരിക്കും കൂടി. അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഡി വി എന്ന് വിളിക്കുന്നു. വാട്ട് മീൻ ബൈ ഡി വി? എന്തോ ഒരു ചെറിയ വെലോസിറ്റി കൂടിയിട്ടുണ്ട്. ഓക്കെ അല്ലേ? സോ ഇവിടുത്തെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഡി ടി ടൈം കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ വെലോസിറ്റി ഡി വി കൂടി, കുറച്ച് കൂടി. ഓക്കെ അല്ലേ? പറഞ്ഞ ക്ലിയർ ആണോ? സോ ഡി വി വെലോസിറ്റി കൂടി. ഇവിടെ ടൈം ടി ആയിരുന്നു. ഇത് ടീത്ത് ടൈമിലെ കാര്യമാണ് പറഞ്ഞത്. ഇവിടുത്തെ കുറച്ചുകൂടെ ടൈം കൂടിയില്ലേ? അപ്പോൾ ഇവിടുത്തെ ടൈം എന്താ? ടി പ്ലസ് ഡി ടി. കുറച്ചുകൂടെ ടൈം കൂടി. അപ്പം ഞാൻ പറഞ്ഞത് 2 മണിക്കാണ് ഞാൻ ഇത് വെച്ചത്. അപ്പോൾ മറ്റേന്തായിരിക്കും? 2 മണി 2 സെക്കൻഡ്. കുറച്ചുകൂടെ ടൈം കൂടി. ഓക്കെ അല്ലേ? ഓക്കെ. ടി പ്ലസ് ഡി ടി. ഇത്രയും ഓക്കെ ആണോ? ആണോടാ? ഓക്കെ. ഇനി ഞാൻ ശ്രദ്ധിച്ചേക്കുന്നത് ഇവിടുത്തെ മൊമെൻറ്റം എന്താണ്? വാട്ട് ഈസ് ദ മൊമെൻറ്റം ഹിയർ? മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷൻ എന്തുവാ? മാസ് ഇൻറ്റു ഇവിടുത്തെ വെലോസിറ്റി എന്താ? വി പ്ലസ് ഡി വി. യെസ്, വി പ്ലസ് ഡി വി. ഓക്കെ, പറ. ഇവനെ അകത്തോട് ഇൻറ്റു ചെയ്യുമ്പോൾ എം വി പ്ലസ് എം ഡി വി. ദിസ് ഈസ് ദ മൊമെൻറ്റം. ഓക്കെ, ദിസ് ഈസ് ദ P2, ദിസ് ഈസ് P1. ഓക്കെ അല്ലേ? ഇതാണ് ഇവിടുത്തെ ഫൈനൽ മൊമെൻറ്റം. ദിസ് ഈസ് ദ ഇനിഷ്യൽ മൊമെൻറ്റം. തുടക്കത്തിലെ മൊമെൻറ്റമാണിത്. ഇത് അവസാനത്തെ മൊമെൻറ്റം. ഓക്കെ ആണോ? വളരെ സിമ്പിളാണ്. ഒരു മാസം എടുത്തു. ആ മാസത്തിൽ ഞാൻ കുറേ ഫോഴ്സ് എടുത്തപ്പോൾ കുറച്ച് സമയത്തിന് ശേഷമുള്ള വ്യത്യാസം എടുക്കുകയാണ്. അപ്പോൾ കുറച്ച് സമയത്തിന് ശേഷം വെലോസിറ്റി ഒരു ഇത്തിരി കൂടിയിട്ടുണ്ട്, ടൈം ഒരു ഇത്തിരി കൂടിയിട്ടുണ്ട്. അപ്പോൾ മൊമെൻറ്റത്തിലും ഒരു ചെറിയ മാറ്റമുണ്ട്. എം വി പ്ലസ് എം ഡി വി. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇവിടുത്തെ ചേഞ്ച് ഇൻ മൊമെൻറ്റം കണ്ടുപിടിക്കാൻ പോകണേ. മൊമെൻറ്റം ഇവിടുന്ന് ഇവിടെ എത്തിയപ്പോൾ എത്രമാത്രം ചേഞ്ച് ചെയ്തു? ഇപ്പം ഞാൻ പറയാണ്, ഞാനൊരു 5 മീറ്റർ സെക്കൻഡ് അല്ല 5 വെലോസിറ്റിയിൽ ഓടിക്കൊണ്ടിരിക്കുമായിരുന്നു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ ഒരു സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഞാൻ 10 വെലോസിറ്റിയിൽ ഓടാൻ തുടങ്ങി. വാട്ട് ഇസ് ചേഞ്ച് ഇൻ വെലോസിറ്റി? അവിടെ വ്യത്യാസം എന്താ? 5. എങ്ങനെ കിട്ടി? 10 - 5. അതേപോലെ ഈ P1 നിന്ന് P2 ആയപ്പോൾ ഉണ്ടായ ചേഞ്ച് അറിയാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ചേഞ്ച് ഇൻ വെലോസിറ്റി. ആ ചേഞ്ച് ഇൻ വെലോസിറ്റി ചെറിയ ചേഞ്ചിലുണ്ടായത് അതിനെ ഞാൻ എന്ത് വിളിക്കുന്നു? ഡി പി എന്ന് വിളിക്കുന്നു. ഡി പി എന്ന് വെച്ചാൽ എന്തുവാ? ചേഞ്ച് ഇൻ വെലോസിറ്റി. ചേഞ്ച് ഇൻ മൊമെൻറ്റം. ഓക്കെ, ഇവിടുത്തെ ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്താ? അവസാനത്തെ ആദ്യത്തെ മൈനസ് ചെയ്താൽ പോരെ. P2 മൈനസ് P1, ദാറ്റ് ഈസ് എം വി പ്ലസ് എം ഡി വി മൈനസ് ഇവിടുത്തെ അവസാന വെലോസിറ്റി എത്ര? എം വി. ഓക്കെ, നമുക്കറിയാവുന്ന പോലെ എം വിയും മൈനസ് എം വിയും കൂടെ കട്ടായി പോകും. ബാക്കി ആരുണ്ട്? എം ഇൻറ്റു ഡി വി. കണ്ടോ? അപ്പോൾ വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ മൊമെൻറ്റം? ചേഞ്ച് ഇൻ മൊമെൻറ്റം ഡെൽറ്റ പി എത്ര അല്ലെങ്കിൽ ഡി പി എത്ര? എം ഡി വി ആണ്. ഡി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം ഡി വി ആണ്. ക്ലിയർ ആണോ? ഓക്കെ. ഇനി ഞാൻ പറയുമ്പോൾ ശ്രദ്ധിച്ചേക്കാം. യൂണിറ്ററി മെത്തേഡാണ് ഇതിന് പറയാൻ പോകും. ശ്രദ്ധിച്ചേക്കണേ. അതായത് ഈ ഒരു ചെറിയ സമയം കൊണ്ട് ഉണ്ടായ ചെറിയ മൊമെൻറ്റത്തിൻ്റെ ചേഞ്ച് എന്താ? ഡി ടി ടൈമിൽ നമുക്കുണ്ടായ ചേഞ്ച് ഇൻ മൊമെൻറ്റം. ഡി ടി ടൈമിൽ നമുക്കുണ്ടായ ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി പി ആണ്. അല്ലേ? ഡി ടി ടൈമിൽ നമുക്ക് ഉണ്ടായ ചേഞ്ച് മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ ഡി പി ആണ്. ദാറ്റ് ഇസ് എം ഡി വി. ഓക്കെ അല്ലേ? അപ്പോൾ ഡി ടി എന്ന് പറഞ്ഞ ടൈമിൽ, ഡി ടി എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ടൈം, 0.1 സെക്കൻഡോ എത്രയോ കണ്ട. ഓക്കെ, സോ ഡി ടി എന്ന് പറഞ്ഞ ടൈമിൽ നമുക്കുണ്ടായ ചേഞ്ച് ഇൻ വെലോസിറ്റി അല്ലെങ്കിൽ ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ ഡി പി ആണ്. ഓക്കെ, ഞാൻ നിങ്ങളോട് ചോദിക്കാൻ പോണത് ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന ചേഞ്ച് ഇൻ വെലോസിറ്റി എന്തായിരിക്കും? ഒരു സെക്കൻഡ് ഉണ്ടാകുന്ന ചേഞ്ച് ഇൻ വെലോസിറ്റി എന്തായിരിക്കും?
ഡി ടി ടൈം ഉണ്ടായ ചേഞ്ച് വെലോസിറ്റി ഡി പി ആണ്. അങ്ങനെയാണെങ്കിൽ 1 സെക്കൻഡ് ഉണ്ടായ ചേഞ്ച് വെലോസിറ്റി എന്താ? ഞാൻ ഇതിനെ എക്സ് എന്ന് വിളിച്ചോട്ടെ, അല്ലെങ്കിൽ ഇതിനെ ഞാൻ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം എന്ന് വിളിച്ചോട്ടെ. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം, 1 സെക്കൻഡ് ഉണ്ടാവുന്ന ചേഞ്ച് വെലോസിറ്റി, മൊമെൻറ്റത്തിന് വിളിക്കുന്ന പേരാണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം. 1 സെക്കൻഡ് ഉണ്ടാവുന്ന ചേഞ്ച് വെലോസിറ്റിനെ വിളിക്കുന്ന പേരാണ് ചേഞ്ച് വെലോസിറ്റി. ചേഞ്ച് ഇൻ മൊമെൻറ്റത്തിന് വിളിക്കുന്ന പേരാണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ സിമ്പിളായിട്ട് ചെയ്യേണ്ട കാര്യം, ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുക, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, ഇത് നമ്മൾ കെമിസ്ട്രിയിൽ ഒരുപാട് യൂസ് ചെയ്യാൻ പോകുന്ന മെത്തേഡാണ് യൂണിറ്ററി മെത്തേഡ്. ഓക്കെ, സോ ഇത് കണ്ടുപിടിക്കാൻ ഇതിൽ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തത്. അപ്പോൾ എന്ത് കിട്ടും? ഇതിനെ ഞാൻ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റത്തിനെ ചുരുക്കി എന്ത് ചെയ്യാൻ പോവാം, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റ് തന്നെ എഴുതാം. നോക്കിയോ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഇൻറ്റു ഡി ടി, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഇൻറ്റു ഡി ടി. ഇതിനെ അങ്ങോട്ട് ക്രോസ് ചെയ്യുമ്പോൾ ഡി പി ഇൻറ്റു 1. ഓക്കെ അല്ലേ? ഇനി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം പിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, ഇൻറ്റു ചെയ്തേക്കുന്ന ഡി ടിനെ അപ്പുറം കൊണ്ടുപോയത്. അപ്പോൾ എന്ത് കിട്ടും? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഈക്വൽ ടു ഇൻറ്റു ചെയ്തേക്കുന്ന ഡി ടിനെ അപ്പുറം കൊണ്ടുപോകുമ്പോൾ എന്താവും, ഡി പി ബൈ ഡി ടി എന്നാവും. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, ശ്രദ്ധിച്ചേക്കാം. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഈസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി. So what is rate of change of momentum? Rate of change of momentum is equal to dp by dt. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഒന്നുകൂടെ പറയാം. വളരെ സിമ്പിളാണ്. ഓക്കെ, സോ ഇത് പഠിക്കാനുള്ള ഏക പ്രീ റിക്വസിറ്റ്, പഠിക്കാൻ ഒരു മനസ്സ് വേണം. നിങ്ങളുടെ ബുക്കും പേനയും എടുത്ത് കയ്യിൽ വെച്ചേക്കണം. എല്ലാവരും വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ബുക്കും പേനയും എടുത്തിട്ട് എഴുതി പഠിച്ച് നോക്കുക. എഴുതി തന്നെ പോകും. ഓക്കെ, ചുമ്മാ കണ്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ വെറുതെ മറന്നു പോകത്തേ ഉള്ളൂ. ഓക്കെ, സിമ്പിളാണ്. ഞാൻ പറയാം. നമ്മുടെ കയ്യിലൊരു മാസ് ഉണ്ടായിരുന്നു. ആ മാസിൽ ഒരുപാട് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ആ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകളുടെ ആകെ തുക എഫ് നെറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഫോഴ്സുകളെല്ലാം വെക്ടർ ആഡിഷൻ ചെയ്യുന്നതാണ്. സോ അതിനെ വിളിക്കുന്ന പേര് എഫ് നെറ്റ് എന്നാണ്. ഇനി ഇവിടെ നമ്മൾ ഫോഴ്സ് എടുക്കുന്ന ടൈം ടി എന്ന് പറയുന്ന ടൈമാണ്. ഓക്കെ അല്ലേ? ഇവിടെ ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന കാരണം അവിടെ ഒരു വെലോസിറ്റി ഉണ്ടാവും, ദാറ്റ് ഈസ് പി വെലോസിറ്റി. ഇവിടുത്തെ മൊമെന്റ് പി ഈക്വൽ ടു എം വി ആണ്. ഓക്കെ, നമ്മൾ കൺസിഡർ ചെയ്യുന്നത് കുറച്ച് സമയത്തിന് ശേഷമുള്ള ആ ബോഡിക്ക് എന്ത് സംഭവിച്ചു എന്നാണ്. അപ്പോൾ ഡി ടി ടൈമിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, ആ ബോഡീനെ എടുത്തു. ആ ബോഡി എടുത്തപ്പോൾ മാസിന് വലിയ വ്യത്യാസമില്ല, വെലോസിറ്റി ചേഞ്ച് ചെയ്യും. എന്ത് ചേഞ്ച് ഉണ്ടാവുക, വി എന്ന് പറയുന്ന വെലോസിറ്റിയുടെ കൂടെ ഒരിത്തിരി വെലോസിറ്റിയുടെ കൂടും, വി പ്ലസ് ഡി വി ആയിട്ട് കൂടും. ഓക്കെ, ടൈം എന്ത് ചെയ്യും, കുറച്ച് മടങ്ങാണ്. ഡി ടി ടൈമിന് ശേഷമുള്ള കാര്യമല്ലേ പറയുന്നത്. അപ്പോൾ ഡി ടി പ്ലസ് ഡി ടി. സോ ടൈം എന്തായിട്ട് മാറി, ടി പ്ലസ് ഡി ടി ആയിട്ട് മാറി. വാട്ട് ഇസ് എ വെലോസിറ്റി, അല്ല മൊമെന്റ് എന്താണ്, മൊമെന്റിന് എന്ത് സംഭവിച്ചു, മൊമെന്റം എന്ന് പറഞ്ഞാൽ എം ഇൻറ്റു വി ആണ്. വി എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്, വി പ്ലസ് ഡി വി ആണ്. സോ വി പ്ലസ് ഡി വി, ദാറ്റ് ഈസ് എം വി പ്ലസ് എം ഡി വി എന്ന് കിട്ടി. ക്ലിയർ ആണോ? ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ചേഞ്ച് ഇൻ മൊമെന്റം. ഇവിടുന്ന് ഇവിടെ പോയപ്പോൾ മൊമെന്റത്തിനുണ്ടായ ചേഞ്ച്, അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇവിടുത്തെ മൊമെന്റത്തിൽ നിന്ന് ഇവിടുത്തെ മൊമെന്റം എന്ത് ചെയ്താൽ മതി, മൈനസ് ചെയ്താൽ മതി. സോ നമ്മളത് ചെയ്തു. സോ ചേഞ്ച് ഇൻ മൊമെന്റം ഈക്വൽ ടു P2 മൈനസ് P1. ഓക്കെ അല്ലേ? സോ ഡി പി, ചെറിയ ചേഞ്ച് മൊമെന്റ് ഈക്വൽ P2 മൈനസ് P1. നമുക്ക് എന്ത് കിട്ടി, എം ഡി വി എന്ന് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് യൂണിറ്ററി മെത്തേഡാണ്. ഓക്കെ, ഡി ടി ടൈമിൽ ചേഞ്ച് ചെയ്ത മൊമെന്റം ഡി പി ആണ്. വളരെ ചെറിയ ഡി ടി ടൈം കൊണ്ട് ചേഞ്ച് ചെയ്ത മൊമെന്റം ഡി പി ആണ്. സോ അങ്ങനെയാണെങ്കിൽ 1 സെക്കൻഡ് കൊണ്ട്, ഈ ഡി ടി എന്ന് പറയുമ്പോൾ 0.1 സെക്കൻഡ് ഒക്കെ ആയിരിക്കാം. ഓക്കെ, സോ 0.1 സെക്കൻഡ് കൊണ്ട് ചേഞ്ച് ചെയ്ത മൊമെന്റം ഡി പി ആണ്. അങ്ങനെയാണെങ്കിൽ 1 സെക്കൻഡ് എത്ര ചേഞ്ച് ചെയ്തു എന്ന് അറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി 1 സെക്കൻഡിൽ ചേഞ്ച് ഉണ്ടാകുന്ന മൊമെന്റത്തിന് വിളിക്കുന്ന പേരാണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. എന്താ വിളിക്കുക, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. ഓക്കെ അല്ലേ? സോ അതറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഇൻറ്റു ഡി ടി ഇസ് ഈക്വൽ ടു 1 ഇൻറ്റു ഡി പി. സോ നമുക്ക് എന്ത് കിട്ടി, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഇൻറ്റു ഡി പി ഇസ് ഈക്വൽ ടു ഡി ടി ഇസ് ഈക്വൽ ടു 1 ഇൻറ്റു ഡി പി. ഇനി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ഇൻറ്റു ഡി ടിന് അപ്പുറം കൊണ്ട് ഡിവൈഡ് ബൈ ഡി ടി ആയിട്ട് മാറി. സോ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റ് ഇസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി എന്ന് കിട്ടി. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റ് ഇസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി എന്ന് കിട്ടി. ക്ലിയർ ആണോടാ? സോ നമ്മുടെ ന്യൂട്ടൺ സെക്കൻഡ് ലോ പറയുന്നത്, നമ്മൾ ഇവിടെ എടുത്ത ഫോഴ്സ് ഉണ്ടല്ലോ, നെറ്റ് ഫോഴ്സ്. ഈ നെറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇവിടെ നമ്മളെടുത്ത ഈ നെറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് നെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്തിന് ഈക്വൽ ആണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റത്തിന് ഈക്വൽ ആണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റത്തിന് ഈക്വൽ ആണ്. ദാറ്റ് ഈസ് ഡി പി ബൈ ഡി ടിക്ക് ഈക്വൽ ആണ്. സോ ന്യൂട്ടൺ സെക്കൻഡ് ലോ സേസ് ദാറ്റ് the total net force of a system is equal to a rate of change of momentum, that is dp by dt. Okay anada, the net force acting on a body is responsible for the rate of change of linear momentum. ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് അതിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റത്തിന് ഈക്വൽ ആയിരിക്കും. സോ എഫ് നെറ്റ് ഈസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി. ജെഇ മെയിൻസിന്, നീറ്റിന്, കീമിനൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പോകുന്ന ഒരു ടോപ്പിക്കാണ് ഡി പി ബൈ ഡി ടി. എഫ് നെറ്റ് ഈസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി. സോ മനസ്സിലാക്കുക, നിങ്ങൾ മിക്കവാറും പഠിച്ചിട്ടുണ്ടാവുക എഫ് ഈക്വൽ ടു എം എന്ന് പറഞ്ഞൊരു ഫോമുലയാണ്. അത് എവിടുന്ന് വന്നു നോക്ക്. നമുക്കറിയാം, നമ്മളിപ്പോൾ പഠിച്ചെന്താ, എഫ് നെറ്റ് ടോട്ടൽ ഫോഴ്സ് ഇസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി എന്നാണ് അല്ലേ. നമുക്കറിയാം ഡി പി എന്താ, ഡി പി എന്ന് പറഞ്ഞാൽ എന്തുവാ, എം ഡി വി അല്ലേ. അത് ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഡി പിക്ക് വരെ എന്ത് കൊടുക്കുക, എം ഡി വി ബൈ ഡി ടി. എടാ ഡി വി ബൈ ഡി ടി എന്താ, ഇവിടെ അറിയാത്തൊരു നോക്കി വെച്ചോ. ഡി വി ബൈ ഡി ടി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. ഇതിനെ വിളിക്കുന്ന പേര് എന്താണ്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ആക്സിലറേഷൻ ആണ്. സോ ഡി വിക്ക് വരെ നമുക്ക് എന്ത് എഴുതാം, എം എ. ഇതെപ്പോഴും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് യൂസ് ചെയ്യണമെന്ന് ഒരു കണ്ടീഷൻ ഉണ്ട്. മാസ് ഇവിടെ എന്തായിരിക്കണം, കോൺസ്റ്റന്റ് ആയിരിക്കണം. മാസ് കോൺസ്റ്റന്റ് അല്ല എങ്കിൽ ഈ ഒരു ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. മോസ്റ്റ് പ്രോബബ്ലി എല്ലാ കേസിലും നമുക്ക് ഇക്വേഷൻ യൂസ് ചെയ്യാം. റോക്കറ്റിന്റെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. ജെഇ അഡ്വാൻസിനൊക്കെ വേണ്ടി പഠിക്കുന്നവർക്ക് റോക്കറ്റിന്റെ കേസുകളുണ്ട്. റോക്കറ്റിന്റെ കേസിൽ എന്താ വ്യത്യാസം? റോക്കറ്റിന്റെ കേസിൽ സപ്പോസ് ഇതൊരു റോക്കറ്റാണെന്ന് വിചാരിക്കാം. സോ റോക്കറ്റ് എങ്ങനെയാണ് മുകളിലോട്ട് പോവാം? ഈ റോക്കറ്റിനകത്ത് ഭൂരിഭാഗം എന്തായിരിക്കും, ഗ്യാസസ് ആയിരിക്കും, അല്ലെങ്കിൽ ഈ റോക്കറ്റ് കത്താനുള്ള ഗ്യാസ് ആയിരിക്കും. ഇതിൻ്റെ മുകളിൽ കുറച്ച് ഭാഗം മാത്രമേ എന്തുള്ളൂ, ആ ഒരു നമ്മൾ എടുക്കുന്ന പെയിലോടെന്ന് അതിന് പറയാം. ആ പെയിലോടോ അല്ലെങ്കിൽ കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന സാധനം കുറച്ച് ഭാഗം കാണത്തുള്ളൂ. അപ്പോൾ ഈ ഉള്ള ഗ്യാസുകളെ കത്തിച്ച് താഴേക്ക് വിട്ടിട്ട് അതിൻ്റെ പവർ കൊണ്ടാണ് റോക്കറ്റ് എന്ത് ചെയ്യുക, മുകളിലോട്ട് പോകുക. അതിൻ്റെ ഫോഴ്സ് കൊണ്ടാണ്, ന്യൂട്ടൺ തേർഡ് ലോ പ്രകാരമാണ് റോക്കറ്റ് മുകളിലോട്ട് പോവുക. അപ്പോൾ ഇത് മുകളിലോട്ട് പോകുന്നതോറും ഈ ഗ്യാസുകൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഗ്യാസ് കുറഞ്ഞുകൊണ്ടിരിക്കുക ഇൻ ദ സെൻസ് ഈ റോക്കറ്റിൻ്റെ മാസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ റോക്കറ്റ് മുകളിലോട്ട് പോകുമ്പോൾ അവിടെ മാസ് വേരിയും കണ്ടീഷനാണ്. ഓക്കെ അല്ല, റോക്കറ്റിൻ്റെ കേസിൽ നമുക്ക് എം എ എന്ന് പറഞ്ഞ ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, നമ്മളിപ്പോൾ നമ്മൾക്ക് ജെഇ മെയിൻസിനും നീറ്റിനും അതേപോലെ കീമിനും ഒക്കെ ഉപയോഗിക്കുന്ന മിക്ക ക്വസ്റ്റ്യൻസിലും മാസ് കോൺസ്റ്റന്റ് ആണ്. നമുക്ക് ധൈര്യമായിട്ട് എന്ത് ചെയ്യാം, എം എ എന്ന് പറഞ്ഞ ഇക്വേഷൻ യൂസ് ചെയ്യാം. പക്ഷേ ഈ സാധനം എപ്പോഴും മൈൻഡിൽ വേണം. എഫ് നെറ്റ് ഈസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി. ഇത് വെച്ചും ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ അല്ലേ? സോ പി എന്ന് പറഞ്ഞാൽ മൊമെൻറ്റം ആണ് ആലോചിക്കാം, മൊമെൻറ്റം. ഓക്കെ, സോ ക്ലിയർ ആണെന്ന് വിചാരിക്കും. നമുക്കിനി കുറച്ച് ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. സോ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ ക്ലിയർ ആവും. ഓക്കെ അല്ലേ? സോ നമുക്ക് നോക്കാം. ഓക്കെ, ശ്രദ്ധിക്കാം എല്ലാവരും. ഓക്കെ, സോ ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാൻ ജസ്റ്റ് ഒന്ന്. എ ക്രിക്കറ്റ് പ്ലെയർ ക്യാച്ചസ് എ ബോൾ ഓഫ് മാസ് 100 gram. കിട്ടുന്ന സാധനം നമുക്ക് അപ്പോൾ എഴുതിയെടുക്കാം. മാസ് എത്ര ഇവിടെ, 100 gram ആണ്. ശ്രദ്ധിക്കണം, നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ എപ്പോഴും സ്റ്റാൻഡേർഡ് യൂണിറ്റിലിട്ട് വേണം ചെയ്യാൻ വേണ്ടി. മാസിൻ്റെ സ്റ്റാൻഡേർഡ് ഇട്ട് കിലോഗ്രാം ആണ്. സോ 100 gram എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 1 gram എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കിലോഗ്രാമാണ്? 1 kilogram എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 gram ആണ്. അപ്പോൾ എന്ത് ചെയ്യാം, 100 × 10⁻³ അല്ലെങ്കിൽ നിങ്ങൾ സിമ്പിളായിട്ട് നിങ്ങൾ പഠിച്ച പോലെ 100നെ 1000 വെച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? 0.1 kilogram എന്ന് കിട്ടും. ഓക്കെ അല്ലേ? എപ്പോഴും ഓർക്കുക, സ്റ്റാൻഡേർഡ് യൂണിറ്റിലോട്ട് മാറ്റുവാണ് പ്രോബ്ലം ചെയ്യുന്നാലേ ആൻസർ കിട്ടുള്ളൂ. ഓക്കെ, സോ 100 ഗ്രാമിൻ്റെ കാര്യം നമ്മൾ എഴുതി. മൂവിങ് വിത്ത് എ സ്പീഡ് ഓഫ് 25 meter per second. മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെലോസിറ്റി ആണ്. സോ വെലോസിറ്റി ഈസ് ഈക്വൽ ടു 25 meter per second. ഓക്കെ, ഇഫ് ദ ബാൾ ഈസ് കോട്ട് ഇൻ 0.1 seconds. 0.1 second കൊണ്ട് ബാളിനെ ഞാൻ പിടിച്ചു. ഓക്കെ അല്ലേ? 0.1 second കൊണ്ട് ബോളിനെ പിടിച്ചു. സോ ടൈം അല്ലെങ്കിൽ ഡി ടി എത്രയാണ്? 0.1 second. ഓക്കെ അല്ലേ?
സോ ആവറേജ് ഫോഴ്സ് ഓഫ് ബ്ലോ എക്സേർട്ട് ഓൺ ദ ഹാൻഡ്സ് ഓഫ് പ്ലെയർ. അപ്പോൾ ബോൾ പിടിക്കുമ്പോൾ ആ ഒരു ബോളിനെ പിടിക്കാൻ വേണ്ടി നമ്മുടെ കയ്യിൽ എത്ര മാത്രം ഫോഴ്സ് എക്സേർട്ട് ചെയ്തെന്ന് ചോദിക്കുന്നത്. സോ നമുക്കിവിടെ എന്തൊക്കെയാണ് ഉള്ളത്? എം ഉണ്ട്, വി ഉണ്ട്, ഡി ടി ഉണ്ട്. അവിടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ. നമുക്ക് നിങ്ങൾ നേരത്തെ പഠിച്ച എഫ് നെറ്റ് ഈസ് ഈക്വൽ ടു എം എന്ന് പറഞ്ഞ ഇക്വേഷൻ കൊണ്ട് വല്ലതും ചെയ്യാൻ പറ്റുമോ? ഇല്ല. നമുക്ക് ഫോഴ്സിൻ്റെ പ്രൈമറിൽ എന്താ കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്? ഫോഴ്സ് ആണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? എഫ് നെറ്റ് ഈസ് ഈക്വൽ ടു നമുക്കറിയാം എന്ത്? ഡി പി ബൈ ഡി ടി ആണ് അല്ലേ? ഇതിനെ കുറച്ചുകൂടെ ഒന്ന് വിശകലിച്ച് എഴുതി കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഡി പി എന്ന് വെച്ചാൽ എന്താ? നമ്മൾ നേരത്തെ പഠിച്ചു, എം ഡി വി ബൈ ഡി ടി ആണ് അല്ലേ? എം ഡി വി ബൈ ഡി ടി ആണ്. ഇവിടെ മാസ് ഉണ്ട് അല്ലേ? മാസ് എത്ര? 0.1 kg. വെലോസിറ്റി എത്ര? 25 ആണ്. ടൈം എത്ര? 0.1 ആണ്. സോ എന്ത് കിട്ടും? 0.1 കട്ട് ചെയ്ത് പോയി. ബാക്കി എന്തുണ്ട്? 25 ന്യൂട്ടൺ. ദാറ്റ് ഈസ് ദ ആൻസർ. 25 ന്യൂട്ടൺ ഈസ് ദ ആൻസർ. 25 ന്യൂട്ടൺ ഈസ് ദ ആൻസർ. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഇനി എം എ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാൽ അങ്ങനെയും ചെയ്യാൻ പറ്റും. എല്ലാ രീതിയിലും ചെയ്യാൻ നോക്ക്. എഫ് നെറ്റ് ഇസ് ഈക്വൽ ടു എം ഇൻറ്റു എ. ആക്സലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ബൈ ടൈം ആണ്. ആക്സലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റി ബൈ ടൈം ആണ്. സോ എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.1 ഇൻറ്റു വെലോസിറ്റി എത്ര? 25 ഡിവൈഡ് ബൈ 0.1 വെട്ടിപ്പോയി 25. അങ്ങനെ ആൻസർ കിട്ടും. 10 ദിവസം നമ്മൾ സിമ്പിളാണ്. ശ്രദ്ധിച്ച് ക്വസ്റ്റ്യൻ. ദ ലീനിയർ മൊമെന്റം പി ഓഫ് എ പാർട്ടിക്കിൾ വേരീസ് ദ ടൈം ആസ് ഫോളോസ്. അപ്പോൾ ഒരു പാർട്ടിക്കിളിന്റെ ലീനിയർ മൊമെന്റമാണ് തന്നേക്കുന്നത് നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾ ആദ്യം എടുത്ത് എഴുതുക പി ഈസ് ഈക്വൽ ടു ലീനിയർ മൊമെന്റം എന്താണ്? ആൽഫ പ്ലസ് ബീറ്റ ടി സ്ക്വയർ. എന്തോ ആയിക്കോട്ടെ. വേറെ ആൽഫ ആൻഡ് ബീറ്റ ആർ കോൺസ്റ്റന്റ്. ആൽഫയും ബീറ്റയും എന്താണ്? കോൺസ്റ്റൻസ് ആണ്. കോൺസ്റ്റന്റ് ഇൻ ദ സെൻസ് 2 എന്ന് പറഞ്ഞ ഒരു കോൺസ്റ്റന്റ് ആണ്, 3 എന്ന് പറഞ്ഞ ഒരു കോൺസ്റ്റന്റ് ആണ്, 10 എന്ന് പറഞ്ഞ ഒരു കോൺസ്റ്റന്റ് ആണ്. ഏത് നമ്പേഴ്സ് ആണെങ്കിലും ഒരു കോൺസ്റ്റന്റ് ആണ്. വേരി ചെയ്യൂല, മാറൂല. 2 എന്ന് പറഞ്ഞാൽ 10 സെക്കൻഡ് കഴിഞ്ഞാലും അതിന്റെ വാല്യൂ 2 തന്നെയാണ്. പറഞ്ഞാൽ മനസ്സിലായി? ഇനി ടൈം എന്ന് പറഞ്ഞ ഒരു കോൺസ്റ്റന്റ് അല്ല. ടൈം എന്ന് പറയുമ്പോൾ അത് ടൈം കൂടുന്നവർ കൂടിക്കൊണ്ടിരിക്കും. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ പറയുകയാണ് നമ്മളെ ബോഡി ഇപ്പോൾ 1 സെക്കൻഡ് ഇരിക്കുന്നു. നമ്മൾക്ക് ഒരു 2 സെക്കൻഡ് കഴിഞ്ഞ് ചോദിക്കുവാണെങ്കിൽ ആ ബോഡി 2 സെക്കൻഡ് ഇരിക്കുന്നത്. ആ ടി എന്ന് പറഞ്ഞ സാധനം വേരി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ബോഡി തെള്ളിക്കൊണ്ട് പോവാണ് നമ്മൾ. അതിൻ്റെ വെലോസിറ്റി വി എന്ന് പറയുന്ന വെലോസിറ്റി 2 വരും. കുറച്ച് കഴിയുമ്പോൾ അത് മാറും. നമ്മൾ നേരത്തെ കണ്ടു വി പ്ലസ് ഡി വി എന്ന് പറഞ്ഞാൽ വേരിയബിൾ ആണ്, മാറിക്കൊണ്ടേയിരിക്കും. ഈ ആൽഫ ബീറ്റ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആണെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര നേരം കഴിഞ്ഞാലും അതിൻ്റെ വാല്യൂ മാറില്ല, സെയിം തന്നെ ആയിരിക്കും. 1 സെക്കൻഡിന് 10 സെക്കൻഡ് അതിൻ്റെ വാല്യൂ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഇവിടെ വേരിയബിൾ ആയിട്ടുള്ള ആരെല്ലാം കാണുന്നുണ്ടോ? യെസ്, ടി സ്ക്വയർ വേരിയബിൾ ആണ്. ടി എന്ന് പറഞ്ഞാൽ ടൈമാണ്. ഓക്കെ അല്ലേ? ക്ലിയർ ആണ്? സോ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? ഓക്കെ, ദ നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ പാർട്ടിക്കിൾ എഫ് നെറ്റ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം എഫ് നെറ്റ് ഇക്വേഷൻ എന്തുവാ? ഡി പി ബൈ ഡി ടി. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഇസ് ഈക്വൽ ടു ഫോർ എഫ് നെറ്റ്. സോ നിങ്ങൾ നോക്കുക, ഡി പി ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? ഡിഫറൻസിയേറ്റ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? സോ ആൽഫ നോക്കിയ അപ്പോൾ ഡി ഇൻറ്റു ആൽഫ പ്ലസ് ബീറ്റ ടി സ്ക്വയർ. പി ക്വയർ ഞാൻ എഴുതി ബൈ ഡി ടി. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടൂടാ? ആൽഫ എന്ന് പറഞ്ഞ ഒരു കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 0 പ്ലസ് ബി ടി സ്ക്വയർ. എങ്ങനെ ഡിഫറൻസ് ചെയ്യും? കോൺസ്റ്റന്റ് അവിടെ അതേപോലെ എഴുതുക. ഇനി ടി സ്ക്വയർ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2 കിട്ടും അല്ലെ? 2t കിട്ടും. ഇൻറ്റു ടീനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 1 കിട്ടും അല്ലേ? അപ്പോൾ ആക്ച്വലി ആൻസർ എന്ത് കിട്ടും? 0 പ്ലസ് 2bt എന്ന് കിട്ടും അല്ലേ? 2bt എന്നാണ് നമുക്ക് ആൻസർ കിട്ടുക. ഈ ക്വസ്റ്റ്യൻ എന്താ വെച്ചേക്കുന്നത്? നെറ്റ് ഫോഴ്സ് ഓഫ് എ പാർട്ടിക്കിൾ ഈസ് പ്രൊപ്പോർഷണൽ ടു ടി ആണോ? ഇതാണ് എഫ് നെറ്റ്. പ്രൊപ്പോർഷണൽ ടു ടി ആണോ? ആണ്. എടാ നേരെ ഒരു സാധനത്തിന് നേരെ കിടക്കുവാണെങ്കിൽ പ്രൊപ്പോർഷണൽ ടി ആണ്. ഇനി ഇങ്ങനെ ഇപ്പോൾ ക്വസ്റ്റ്യൻ എന്താ ഇങ്ങനെ നടക്കുമെന്ന് വിചാരിക്കും. എഫ് നെറ്റ് ഈസ് ഈക്വൽ ടു ആൽഫ ബൈ ടി. ഇത് എഫ് നെറ്റ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടി ആണ്. കേട്ടോ, ഇത് ഇങ്ങനെ നടക്കുവാണെങ്കിൽ പ്രൊപ്പോർഷണൽ ടി ആണ്, താഴെ നടക്കുവാണെങ്കിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടി ആണ്. പറഞ്ഞു മനസ്സിലായോ? ഓക്കെ. അപ്പോൾ ഇത് പ്രൊപ്പോർഷണൽ ടി അല്ലേ? ആണ്. പ്രൊപ്പോർഷണൽ ടു ഇതെന്താണ്? ബീറ്റ എന്ന് തോന്നുന്നു. അല്ല, ബീറ്റ അല്ല. പ്രൊപ്പോർഷണൽ ടി സ്ക്വയർ. ഓക്കെ, പ്രൊപ്പോർഷണൽ ടി സ്ക്വയർ ആണോ? ഇതിൻ്റെ ആൻസർ ടി സ്ക്വയർ ഉണ്ടോ? ഇല്ല, റോങ് ആണ്.
സീറോ ആണോ? സീറോ ആണോ? അല്ല. കോൺസ്റ്റന്റ്, ഇത് കോൺസ്റ്റന്റ് ആണോ? അല്ല. കാരണം ആരുണ്ട് ഇവിടെ? ടി ഉണ്ട്. ഇപ്പൊ നമുക്ക് കിട്ടിയ ആൻസർ 2b എന്നായിരുന്നെങ്കിൽ 2ഉം കോൺസ്റ്റന്റ് ആണ്, ബിയും കോൺസ്റ്റന്റ് ആണ്. ദിസ് ആൻസർ ഇസ് എ കോൺസ്റ്റന്റ്. പക്ഷെ ഇവിടെ ആരുണ്ട്? ഇവിടെ ടി ഉണ്ട്. ടി കോൺസ്റ്റന്റ് ആണോ? അല്ല, വേരിയബിൾ ആണ്. സോ ദിസ് ഇസ് നോട്ട് എ കോൺസ്റ്റന്റ്. പറഞ്ഞ മനസ്സിലായോ? ഓക്കെ. സോ അടുത്ത ക്വസ്റ്റ്യൻ. ജെയ് മീൻസ് 2024 ചോദിച്ചൊരു ചോദ്യമാണ്, ശ്രദ്ധിക്കുക. എ ബോഡി ഓഫ് മാസ് 4 kg. സോ നമുക്ക് മാസ് തന്നിട്ടുണ്ട് അല്ലേ? മാസ് എത്ര? ആദ്യം ഒന്നും എടുത്തെഴുതാം. മാസ് ഈക്വൽ ടു 4 kg. ഓക്കെ. എക്സ്പീരിയൻസ് 2 ഫോഴ്സ്, 2 ഫോഴ്സ് ഉണ്ട് അവിടെ. ഓക്കെ, ഞാൻ എഴുതുവാണ്. F1 ഇസ് ഈക്വൽ ടു 5y പ്ലസ് 8j പ്ലസ് 7k. വെക്ടർ ഫോമിൽ തന്നേക്കുവാണ്. ഓക്കെ അല്ലേ? സെക്കൻഡ് ഫോഴ്സ് F2 എത്രയാണ്? 3i മൈനസ് 4j മൈനസ് 3k. ഓക്കെ. ദ ആക്സിലറേഷൻ ആക്ടിങ് ഓൺ ദ ബോഡി ഈസ്, വാട്ട് ഈസ് ദ ആക്സിലറേഷൻ ആക്ടിങ് ഓൺ ദ ബോഡി? ഈ ബോഡിയിൽ ഉണ്ടാകുന്ന ആക്സിലറേഷൻ എന്താണ് എന്നാ ചോദിച്ചേക്കുന്നത്. സോ നമുക്കറിയാം എഫ് നെറ്റ് അല്ലേ? നമുക്ക് എന്തായാലും 2 ഫോഴ്സ് വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല. എഫ് നെറ്റ് എടുക്കണം അല്ലേ? എഫ് നെറ്റ് എടുത്തിട്ട് ചെയ്യാൻ പറ്റും. മാസിന്റെ ആക്സിലറേഷൻ ആണ് അറിയാം. ഇവിടെ വെലോസിറ്റി തന്നിട്ടില്ല. സോ നമുക്ക് dp/dt എടുത്ത് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ അല്ലേ? ഓക്കെ. സോ എഫ് നെറ്റ് ഈസ് ഈക്വൽ ടു എം എ. എഫ് ഈസ് ഈക്വൽ ടു എം എ എന്നറിയാൻ പറ്റും. നിങ്ങളിപ്പോൾ ചോദിക്കുമായിരിക്കും ഇവിടെ എങ്ങനെ മനസ്സിലായി ഇവിടെ dp/dt എടുക്കണം, ഇവിടെ എങ്ങനെ മനസ്സിലായി എഫ് ഈക്വൽ ടു എം എ എടുക്കണം? അവിടെ നോക്ക്, നമുക്ക് തന്നിരിക്കുന്ന സാധനങ്ങൾ നോക്ക്. ഇവിടെ നമുക്ക് മൊമെന്റം നേരത്തെ തന്നേക്കുവാണ്. ഇവിടെ നമുക്ക് വെലോസിറ്റി തന്നേക്കുവാണ് അല്ലേ? വെലോസിറ്റി എഫ് ഈക്വൽ ടു എം എടുത്തിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് അറിയാം ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ v/t എന്ന് നമുക്ക് അറിയാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ. ഇവിടെ നമുക്ക് മാസും തന്നിട്ട് ചോദിച്ചിരുന്ന ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ ചോദിച്ചത്. അപ്പോൾ മാസും ആക്സിലറേഷൻ വരുന്ന ഇക്വേഷൻ ഇതാണ്, എഫ് ഈക്വൽ ടു എം എ. എഫ് നെറ്റ് ഈസ് ഈക്വൽ ടു എം എ. അപ്പോൾ നമുക്കിവിടെ എഫ് നെറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. ഇതിനോട് ആഡ് ചെയ്താൽ മതി അല്ലേ? എഫ് നെറ്റ് എന്ന് പറഞ്ഞാൽ 2 ഫോഴ്സ് ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്നു. വാട്ട് ഇസ് എഫ് നെറ്റ്? എന്നോട് ആഡ് ചെയ്താൽ പോരെ. ഓക്കെ. മാസ് നമുക്കുണ്ട്. എന്താ കണ്ടുപിടിച്ചാൽ ചോദിച്ചിരിക്കുന്നത്? ആക്സിലറേഷൻ കണ്ടുപിടിച്ചൂടെ? സോ എഫ് നെറ്റ് ഞാൻ ആദ്യം കണ്ടുപിടിക്കാം. എഫ് നെറ്റ് എങ്ങനെയാണ് വെക്ടേഴ്സിനെ ആഡ് ചെയ്യുന്നത്? ഐയും തമ്മിലും ആഡ് ചെയ്യുക, ജെയും തമ്മിൽ ആഡ് ചെയ്യുക, കെയും തമ്മിൽ ആഡ് ചെയ്യുക. വളരെ സിമ്പിളാണ്. ഐയുടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടും 5 + 3 8i. 8 മൈനസ് 4 അല്ലേ? ഇവിടെ +8 -4. 8 -4 എത്ര? 4j. ഇനി ഇവിടെ +7 -3. +7 -3 7 -3 എത്രയാണ്? 4k. ഓക്കെ. എഫ് നെറ്റ് എത്ര കിട്ടി? 8i മൈനസ് 4j മൈനസ് 4k. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇവരെന്താ പറഞ്ഞേക്കുന്നത്? ഇവർ മാസ് തന്നിട്ടുണ്ട്. അപ്പോൾ എഫ് നെറ്റ് നമുക്ക് കിട്ടി. ഇനി എന്ത് വേണം? ഫൈൻഡ് ദ ആക്സിലറേഷൻ കണ്ടുപിടിക്കണം. നമുക്കറിയാം എഫ് നെറ്റ് ഈസ് ഈക്വൽ ടു എം എ എന്ന് നമുക്കറിയാം. നമ്മൾ എഴുതി കൊടുക്കാം. 8i മൈനസ് 4j മൈനസ് 4k ഈസ് ഈക്വൽ ടു മാസ് എത്രയാണ്? മാസ് 4kg ആണ്. 4 × a. നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? എ ആണ്. അപ്പോൾ എന്ത് ചെയ്യുക? ഈ 4നോട് കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? a ഈസ് ഈക്വൽ ടു 8i/4 മൈനസ് 4k/4 മൈനസ് 4j/4 മൈനസ് 4k അല്ലേ? ഇതെന്ന് പറഞ്ഞാൽ വെക്ടറാണ്. വെക്ടറിനകത്ത് ഡിവൈഡ് ചെയ്യുമ്പോൾ മൊത്തം ഡിവൈഡ് ആണ്. ഓക്കെ. അപ്പോൾ എന്ത് കിട്ടും? 8/4 2i മൈനസ് 4/4 1j. 1j നെ j എന്ന് എഴുതാം. 4/4 k. 2i മൈനസ് j മൈനസ് k എന്ന് കിട്ടും. 2 മൈനസ് j മൈനസ് j 2 മൈനസ് സോറി പ്ലസ് ചെയ്യല്ലേ നമ്മളിവിടെ? +8 -4 എത്ര? +4 ആണ്. +7 - 3 എത്ര? +4 ആണ്. അപ്പോൾ ഇതെല്ലാം പ്ലസ് വരും. ഓക്കെ. സോറി. സോ 2i + j + k എന്ന് കിട്ടും. 2i + j + k ഇതാണ്. 2i + j + k. ജെ മെയിൻസിൽ കുത്തി ചോദ്യമാണ്. ഓക്കെ. സോ അടുത്ത ക്വസ്റ്റ്യൻ. എ ഫോഴ്സ് വെക്ടർ അപ്ലൈഡ് ഓൺ എ മാസ് represented by F is equal to 6i minus 8j plus 10k. F net തന്നിട്ടുണ്ട്. So what is F net? F net എത്ര? 6i minus 8j plus 10k. Okay. And accelerator with a 1 meter per second. Acceleration തന്നിട്ടുണ്ട് 1 meter per second.
ആക്സലറേഷൻ കിട്ടിയപ്പോഴേ നമുക്ക് മനസ്സിലായി എന്താ യൂസ് ചെയ്യേണ്ടത്, എഫ് ഈക്വൽ ടു എം എ. ഓക്കെ, വാട്ട് ഇസ് എ മാസ് ഓഫ് ബോഡി? സിമ്പിൾ ക്വസ്റ്റ്യൻ. നമുക്കറിയാം എഫ് നെറ്റ് ഈസ് ഈക്വൽ ടു 6, എഫ് നെറ്റ് ഈസ് ഈക്വൽ ടു എം എ അല്ലേ? എഫ് നെറ്റ് അറിയാം, ആക്സലറേഷൻ അറിയാം, മാസം കണ്ടുപിടിച്ചൂടെ? എഫ് നെറ്റ് എവിടെ എഴുതുക, ഡിവൈഡ് ചെയ്യുക, അപ്പോൾ എന്ത് കിട്ടും? മാസ് കിട്ടും. സോ നിങ്ങൾ ചെയ്തിട്ട് എന്ത് ചെയ്യുക, ആൻസർ കമൻറ്റ് ചെയ്യുക. വളരെ സിമ്പിളാണ്, നോക്കിക്കൊണ്ട് തന്നെ ആൻസർ പറയാൻ പറ്റും. ഓക്കെ 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 ഞാൻ തന്നെ ചെയ്യാം. കാരണം ഒരു കാര്യമാണ് പറയാൻ പോകുക. ഓക്കെ, നോക്കാം. സോ എഫ് നെറ്റ് എത്ര ഇവിടെ? 6i മൈനസ് 8j പ്ലസ് 10k സീക്വൽ ടു എം ഇൻറ്റു എ എത്ര? 1 അല്ലേ? അപ്പോൾ എത്ര കിട്ടും? 6i മൈനസ് 8j പ്ലസ് 10k ഇസ് ഈക്വൽ ടു മാസ് എന്ന് കിട്ടും. മാസിൻ്റെ വാല്യൂ എത്ര കിട്ടും? ഇത് കിട്ടും. നമുക്കറിയാം മാസ് ഒരു വെക്ടർ ക്വാണ്ടിറ്റി അല്ലേ? മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കെയിലർ ക്വാണ്ടിറ്റിയാണ്, അതിന് ഡയറക്ഷൻ ഒന്നുമില്ല. സോ ഇങ്ങനെ എഴുതാൻ അർത്ഥമില്ല, നമ്മൾ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എടുത്തേക്കണം. ഇത് വേണം മാഗ്നിറ്റ്യൂഡ്. സോ ഒരു വെക്ടർ ക്വാണ്ടിറ്റി കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ മാഗ്നിറ്റ്യൂഡ് അങ്ങനെ എഴുതുക. ഹൗ ടു ഫൈൻഡ് ദ മാഗ്നിറ്റ്യൂഡ്? ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെ എഴുതുക? ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെ കണ്ടുപിടിക്കുക? സിമ്പിളാണ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെ സ്ക്വയർ എടുത്തിട്ട് ആഡ് ചെയ്തിട്ട് അതിൻ്റെ റൂട്ട് എടുത്താൽ മതി. ഫോർ എക്സാമ്പിൾ റൂട്ട് ഓഫ്, നിങ്ങൾ പ്ലസ് 1 പഠിച്ചതാ, 6 സ്ക്വയർ. ഇവിടുത്തെയോ മൈനസ് 8 സ്ക്വയർ, ഇവിടുത്തെയോ 10 സ്ക്വയർ. ഓക്കെ അല്ല? എന്ത് കിട്ടും അപ്പോൾ? 6 സ്ക്വയർ 36 പ്ലസ് 64 പ്ലസ് 100 എന്ത് കിട്ടും? 36 പ്ലസ് 64 100 200 കിട്ടും. റൂട്ട് ഓഫ് 200 ദാറ്റ് ഈസ് റൂട്ട് 2 ഇൻറ്റു 100 അല്ലേ? റൂട്ട് 2 ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതാം, റൂട്ട് 2 ഇൻറ്റു റൂട്ട് 100. റൂട്ട് 100 എത്ര? 10 റൂട്ട് 2 എന്ന് ആൻസർ കിട്ടും. 10 റൂട്ട് 2 ഉണ്ടോ ക്വസ്റ്റ്യനിൽ? യെസ്, 10 റൂട്ട് 2. ഓക്കെ ആണോ? മാഗ്നിറ്റ്യൂഡ് എടുക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ഈ തന്നിരിക്കുന്ന വെക്ടേഴ്സിൻ്റെ എല്ലാം സ്ക്വയർ എടുത്തിട്ട് അതിനെ റൂട്ട് ചെയ്യണം. സ്ക്വയർ എടുത്ത് ആഡ് ചെയ്തിട്ട് റൂട്ട് ചെയ്യണം. ഓക്കെ അല്ലേ? ഓക്കെ. സോ അറ്റ് എനി ഇൻസ്റ്റന്റ് ഓഫ് എ വെലോസിറ്റി ഓഫ് പാർട്ടിക്കിൾ ദ മാസ് ഈസ് 500 gram. ഓക്കെ, വെലോസിറ്റി എന്നിട്ടുണ്ട് 2t plus 3t square. If the force acting on a particle at t is equal to 1 second is f വന്നിട്ടുണ്ട് 1 plus ixj, then what is the value of x will be? ചെയ്യണോ? ഓക്കെ, ചെയ്യാം. നോക്കൂ, വളരെ സിമ്പിളാണ് ക്വസ്റ്റ്യൻ. പതുക്കെ വായിക്കാം. At any instant the velocity of a particle of mass വന്നിട്ടുണ്ട്, mass is equal to 500 gram. Okay, 1 second. ഓക്കെ, സോ മാസ് വന്നിട്ടുണ്ട് 500 gram. ഇത് ചോദിച്ചേക്കുന്നത് വെലോസിറ്റി ഓഫ് എ പാർട്ടിക്കിൾ ഓഫ് മാസ്. വെലോസിറ്റി താഴെ നടക്കുന്നു. ഓക്കെ, ക്വസ്റ്റ്യൻ വായിച്ചത് മനസ്സിലാക്കണം. വെലോസിറ്റിയാണ് താഴെ തന്നേക്കുന്നത്. അപ്പോൾ വെലോസിറ്റി എന്താ? 2t i cap പ്ലസ് 3t square j cap. ഓക്കെ അല്ലേ? ഓക്കെ. സോ ഇഫ് ദ ഫോഴ്സ് ആക്ടിങ് ഓൺ എ പാർട്ടിക്കിൾ it is equal to 1 second is this. The force വന്നിട്ടുണ്ട് എത്രയാണ്? I plus xj. ഓക്കെ, is 1 second. t is equal to 1 second. ഓക്കെ അല്ലേ? ഇത്രയും വാല്യൂസ് നമ്മൾ തന്നിട്ടുണ്ട്. അതായത് നമ്മൾ ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്തുവാ? ദ വാല്യൂ ഓഫ് എക്സ്. വാല്യൂ ഓഫ് എക്സ്, എക്സ് എവിടെ കിടക്കുന്നുണ്ട്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ, വേറെ ഒന്നുമില്ല. വാല്യൂ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് കണ്ടുപിടിച്ചേ പറ്റും. ഓക്കെ, അപ്പോൾ എം ഉണ്ട്, വി ഉണ്ട്, ടി ഉണ്ട്. ഏത് ഇക്വേഷൻ നമുക്കറിയാവുന്ന? F net is equal to dp by dt. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? F net is equal to dp by dt. അതർവൈസ് നമുക്ക് എഴുതാം m into v by t അല്ലേ? ഇത് നമുക്ക് എന്ത് കിട്ടും? m into dv by dt. അത് നമ്മൾ എപ്പോഴും എഴുതുന്നത് ചെറിയ വെലോസിറ്റിയും ചെറിയ ടൈം ഉള്ളപ്പോൾ. ഇവിടെ നമുക്ക് അത്യാവശ്യം വലിയ ടൈം ആകും. നമുക്ക് m into v by t, dv by dt ക്ക് വരും v by t, രണ്ട് സെയിം ആണ്. ഓക്കെ, സോ എം എത്ര? മാസ് എത്ര? 500 gram. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മളെപ്പോഴും സ്റ്റാൻഡേർഡ് യൂണിറ്റിൽ വേണം എഴുതാൻ വേണ്ടി. അപ്പോൾ 500 കിലോഗ്രാം ആക്കാൻ വേണ്ടി 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 0.000 വെട്ടിപ്പോയി. ദാറ്റ് ഈസ് 0.5 kg യൂണിറ്റ്. ഓക്കെ അല്ലേ? സോ 0.5 kg 0.5 ദാറ്റ് ഈസ് 1/2. 0.5 എന്ന് വെച്ചാൽ എന്താ? 1/2 ഇൻറ്റു വി എത്ര? വെലോസിറ്റി എത്ര വന്നേക്കുന്നത്? ഓക്കെ ശ്രദ്ധിക്കുക. ഓക്കെ ഇത് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ശ്രദ്ധിക്കുക. സോ മാസ് ഇൻറ്റു വെലോസിറ്റി എത്ര വന്നേക്കുന്നത്?
സോ ഡി വി ബൈ ഡി ടി അല്ലേ, ഡി വി ബൈ ഡി ടി അല്ലേ. ഓക്കെ, വെലോസിറ്റി എത്ര വന്നേക്കുന്നത്? 2t + 3t². അപ്പോൾ എന്ത് കിട്ടും? ടൈം 1 സെക്കൻഡാ. ടൈം 1 സെക്കൻഡാ. 1 സെക്കൻഡിലുള്ള മൊമെൻറ്റത്തിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് ആണ് ഡി പി ബൈ ഡി ടി. ഓക്കെ ഓക്കെ, സോ വെലോസിറ്റി 2t + 3t². ഓക്കെ, സോ ഹാഫ് ഇൻറ്റു ഡി ഇൻറ്റു വി എത്ര? 2t + 3t²/dt. ഇനി ഇത് ചെയ്യാൻ വേണ്ടി ഹാഫ് ഇൻറ്റു ഇതിൻ്റെ ഇതെടുത്താൽ പോരെ, ഇതിൻ്റെ ഡിഫറൻഷ്യേറ്റ് ഇതെടുത്താൽ പോരെ. 2t ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ടി ഡിഫറൻഷ്യേറ്റ് പോവും, സോ 2 കിട്ടും. പ്ലസ് 3t² ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2 താഴോട്ട് ഇറങ്ങും. 2 × 3 6t എന്ന് കിട്ടും അല്ലേ, ഹാഫ് ഇൻറ്റു 16 കിട്ടും. ദാറ്റ് ഈസ് എന്ത് കിട്ടും? Fnet ഇതിനെന്ത് ചെയ്യാം? ഇതിനെ ഇവിടെ ഹാഫ് കൊടുക്കുക, ഇവിടെ ഹാഫ് കൊടുക്കുക. അപ്പോൾ എന്ത് കിട്ടും? 2/2 + 2/2 i ക്യാപ്പ്, ഇവിടെ i ക്യാപ്പ് ഉണ്ടായിരുന്നു, സോറി. ഓക്കെ, 2/2 i ക്യാപ്പ് + 6/2 j ക്യാപ്പ്, 60/2 j ക്യാപ്പ് ഈക്വൽ ടു 2/2 എന്ന് പറയുമ്പോൾ എത്ര? 1 i ക്യാപ്പ് + 60/2 എന്ന് പറയുമ്പോൾ 3t j ക്യാപ്പ് അല്ലേ. സോ Fnet എത്ര കിട്ടി? 1 i ക്യാപ്പ് + 3t j ക്യാപ്പ്. ഇനി ഇവിടെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ടൈം എത്രയിലെ കാര്യം ചോദിച്ചേക്കുന്നത്? 1 സെക്കൻഡിലെ കാര്യം ചോദിച്ചേക്കുന്നത്. അപ്പോൾ Fnet = 1 i ക്യാപ്പ് + 3 ഇൻറ്റു ടിക്ക് വരെ എന്ത് കൊടുക്കാം? 1 കൊടുക്കാം, j ക്യാപ്പ്. സോ i j ക്യാപ്പ്, സോ 1 i ക്യാപ്പ് + 3 j ക്യാപ്പ്. This is Fnet. ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്ന Fnet എന്താ? i + x j ക്യാപ്പ്. ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് ആരായിരിക്കുന്നത്? 3 ആണ്. സോ ആൻസർ ഈസ് 3 ഉണ്ടോ? യെസ്, 3 ഉണ്ട്. ഓക്കെ ആണോ? സോ ഹിയർ കംസ് ന്യൂട്ടൺസ് തേർഡ് ലോ. തേർഡ് ലോ എന്താ പറയുന്നത്? ഇത് എല്ലാവർക്കും അറിയാവുന്ന ഇക്വേഷൻ ആണ് അല്ലേ. ഫോർ എവറി ആക്ഷൻ ദർ ഈസ് അൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. നമ്മൾ എന്ത് ഫോഴ്സ് കൊടുത്താലും അതിന് ഓപ്പോസിറ്റ് ആയിട്ടൊരു റിയാക്ഷൻ ഫോഴ്സ് നമുക്ക് എന്ത് ചെയ്തിരിക്കും? കിട്ടിയിരിക്കും. ഓക്കെ, ദേ ആക്ട് ഓൺ ഡിഫറെൻറ്റ് ബോഡീസ്. ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരിക്കലും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആക്ഷൻ ആയതിനെ കൊണ്ട് അവരെ ക്യാൻസലായി പോകുന്നില്ല. ഒരിക്കലും നമ്മൾ പറഞ്ഞൊരു ഞാനിപ്പോൾ ഒരു ഫോഴ്സ് കൊടുത്തു, അപ്പോൾ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ട് എനിക്കൊരു റിയാക്ഷൻ കിട്ടും. അത് കിട്ടുന്ന രണ്ട് ബോഡീസിലാണ്. ഫോർ എക്സാമ്പിൾ, ഓക്കെ, രണ്ടുപേരോടെ നിൽക്കുമ്പോൾ ഞാൻ എവനെ പോയി തള്ളി. ഓക്കെ, അപ്പോൾ ഇവൻ ഇങ്ങോട്ട് പുഷ് കിട്ടും അല്ലേ. ഞാൻ ഇവിടെ പോയി തള്ളുമ്പോൾ അവൻ അങ്ങോട്ട് പുഷാവും. ഇനി ഇവനെ തള്ളിയെന്നുള്ള എനിക്ക് കിട്ടുന്ന റിയാക്ഷൻ തിരിച്ചിങ്ങോട്ടാണ്. മനസ്സിലായോ? ഈ ഫോഴ്സ് രണ്ട് ബോഡിയിലാണ് കിട്ടുക. ഒന്നുകൂടെ പറയാം, ഞാൻ യവനെ പോയി അങ്ങോട്ട് തള്ളിക്കഴിഞ്ഞാൽ യവൻ ഇങ്ങോട്ടൊരു ഫോഴ്സ് കിട്ടും, എനിക്ക് ബാക്കിലോട്ടൊരു ഫോഴ്സ് കിട്ടും. കണ്ടോ, ഈ രണ്ട് ഫോഴ്സ് ഉണ്ടായത് രണ്ട് ബോഡിയിലാണ്. സോ ഒരു ബോഡിയിൽ രണ്ട് ഫോഴ്സ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് പറയാം ഇവരെന്ത് ചെയ്തു പോകും? ക്യാൻസൽ ചെയ്തു പോകും. ഇവിടെ അനക്കൊന്നും ഉണ്ടാകത്തില്ല. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ നോക്ക്, നിങ്ങളുടെ കയ്യിലൊരു ഇത് ഡെസ്കാന്ന് വിചാരിക്കും നിങ്ങളുടെ സ്കൂളിലെ. നിങ്ങൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു 5 ന്യൂട്ടൺ ഫോഴ്സിൽ 8 ന്യൂട്ടൺ ഫോഴ്സിൽ അങ്ങോട്ട് വലിക്കുന്നു, ഇങ്ങോട്ട് 8 ന്യൂട്ടൺ ഫോഴ്സിൽ വലിക്കുന്നു. ബെഞ്ച് അങ്ങോട്ട് നീങ്ങും. നിങ്ങൾ ഇവിടെ നിന്ന് അങ്ങോട്ട് 8 ന്യൂട്ടൺ ഫോഴ്സിൽ എഴുതുന്നു, അവിടെ നിന്ന് ഇങ്ങോട്ട് 8 ന്യൂട്ടൺ സെയിം ഫോഴ്സിൽ അങ്ങോട്ട് തള്ളുന്നു. ബെഞ്ച് അങ്ങോട്ട് നീങ്ങും? ബെഞ്ച് നീങ്ങൂല അല്ലേ. ബെഞ്ച് എന്ത് ചെയ്യത്തില്ല? നീങ്ങത്തില്ല. സോ സെയിം ബോഡിക്കകത്ത് സെയിം ഫോഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിക്കഴിഞ്ഞാൽ അത് മൂവ് ആവൂല. ഓക്കെ, ഇവിടെ ന്യൂട്ടൺസ് ലോ പറയുന്ന ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ടാകുന്നത് രണ്ട് ബോഡിയിലാണ്. ഓക്കെ അല്ലേ. ന്യൂട്ടൺസ് ലോ പറയുന്ന ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ടാകുന്ന രണ്ട് ബോഡിയിലാണ്. സോ അതുകൊണ്ട് അത് എന്ത് ചെയ്യത്തില്ല? ക്യാൻസലായി പോകില്ല. ഓക്കെ, നമുക്കത് വരുമ്പോൾ കാണാം, നിങ്ങൾക്കത് കാണാം. ഓക്കെ, സോ ശ്രദ്ധിക്കാം. നമുക്ക് ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് മൊത്തം പ്രോബ്ലംസാണ്. ഓക്കെ, നമുക്ക് കുറച്ച് പ്രോബ്ലം ചെയ്തിട്ട് നിർത്താം. സോ നമ്മൾ ഫോഴ്സ് എന്ന് കുറേ കാര്യം കൊണ്ട് പറയുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ഫോഴ്സുകൾ? ഫസ്റ്റ്, ഒരു ബോഡിയുടെ വെയിറ്റ് അതൊരു ഫോഴ്സാണ്. കാരണം നമ്മൾ mg വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാം. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നോരം നോക്കാം. നോർമൽ ഫോഴ്സ്, രണ്ട് വസ്തുക്കൾ തമ്മിൽ കോണ്ടാക്റ്റിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ഫോഴ്സാണ് നോർമൽ ഫോഴ്സ്. ഇനി ഒരു കയറ് വെച്ചിട്ട് ഒരു സാധനത്തിനെ തൂക്കിയിടുകയാണ്, അപ്പോൾ ഉണ്ടാകുന്ന സാധനമാണ് ടെൻഷൻ. ഓക്കെ അല്ലേ. കയറ് വെച്ചിട്ട് ഒരു സ്ട്രിങ് വെച്ച ഒരു സാധനത്തിന് തൂക്കിയിടുകയോ വലിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫോഴ്സാണ് ടെൻഷൻ. അപ്പോൾ സ്ട്രിങ്ങിനകത്ത് ഉണ്ടാകുന്ന ഫോഴ്സാണ് ടെൻഷൻ.
പിന്നെ സ്പ്രിങ് ഫോഴ്സ്. ഓക്കെ അല്ലേ? സോ നമുക്ക് നോക്കാം, ഇതൊക്കെ ഓരോന്നായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് വെയിറ്റ് ഓഫ് എ ബോഡി, ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി. ഓക്കെ അല്ലേ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. സപ്പോസ് ഇത് നമ്മുടെ ഭൂമിയാണെന്ന് വിചാരിക്കാം. ഈ ഭൂമിയുടെ സർഫസിൽ ഭൂമിയുടെ സർഫസിൽ ഒരാൾ നിൽക്കുകയാണ്. നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും എന്തുണ്ട്? വെയിറ്റ് ഉണ്ട്. സോ ഭൂമിയിലിരിക്കുന്ന ഓരോ ആൾക്കാരെയും, ഓരോ വസ്തുവിനെയും ഭൂമി എപ്പോഴും അതിൻ്റെ സെൻറ്ററിലോട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഒരു ഫോഴ്സ് ഇങ്ങനെ എക്സേർട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അത് ഭൂമിയിൽ തന്നെ നിൽക്കണമെന്നില്ല. ഭൂമിയുടെ പുറത്ത് നിൽക്കുന്ന ആളായാലും ഭൂമിനേക്കാൾ ഒരുപാട് ദൂരെ നിൽക്കുന്ന ആളായാലും ഇവരുടെ എല്ലാവർക്കും എങ്ങോട്ടൊരു ഫോഴ്സ് ഉണ്ട്? ഭൂമിയുടെ സെൻറ്ററിനകത്തൊരു ഫോഴ്സ് ഉണ്ട്. ഓക്കെ അല്ലേ? സോ ഭൂമിയുടെ സർഫസിൽ നിൽക്കുന്ന ആളാണെങ്കിലും ഭൂമിയുടെ പുറത്ത് നിൽക്കുന്ന ആളാണെങ്കിലും എപ്പോഴും ഭൂമി എന്ത് ചെയ്തുകൊണ്ടിരിക്കും? അവരെ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കും. അതിൻ്റെ മുന്നിൽ ഒരു ഫോഴ്സ് കൊടുത്തുകൊണ്ടിരിക്കും. എങ്ങോട്ടാണ് ഫോഴ്സ് വരുന്നത്? ഭൂമിയുടെ സെൻറ്ററിനകത്തോട്ട്. ഈ ഫോഴ്സ് എന്തിനീക്വല? mg ക്കിലാണ്. ഓക്കെ അല്ലേ? എം എന്ന് പറഞ്ഞാൽ നമ്മുടെ മാസ്. ഇപ്പം ഞാനിവിടെ ഞാൻ നിൽക്കുമ്പോൾ എൻ്റെ ബോഡിക്കകത്തുള്ള മാസ്, ഞാൻ നിൽക്കുമ്പോൾ എപ്പോഴും എന്നെ ഭൂമി എന്ത് ചെയ്യുന്നുണ്ട്? താഴോട്ട് വലിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ചാടും നമുക്ക് പറന്നു പോകാൻ പറ്റാത്തത്. ഓക്കെ, എപ്പോഴും എന്നെ ആര് അട്രാക്ട് ചെയ്യുന്നുണ്ട്? ഗ്രാവിറ്റേഷൻ ഫോഴ്സ് അട്രാക്ട് ചെയ്യുന്നുണ്ട്. ആ ഗ്രാവിറ്റേഷൻ ഫോഴ്സിന്റെ വാല്യൂ എന്താണ്? mg. ഇവിടെ എന്താ വ്യത്യാസം വന്നേ? F=ma എന്നല്ലേ നമ്മൾ പഠിച്ചത്? ഇവിടെ നമുക്ക് കിട്ടുന്ന ആക്സിലറേഷൻ g ആണ്. ഗ്രാവിറ്റേഷൻ ജിയുടെ വാല്യൂ എത്ര? ഗ്രാവിറ്റേഷണൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ എത്ര? 9.8 ആണ്. നമ്മൾ എളുപ്പത്തിന് വേണ്ടി 10 ആക്കി എടുക്കാറുണ്ട്. പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ എളുപ്പത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? 10 ആക്കി എടുക്കാറുണ്ട്. ഓക്കെ, ആക്ച്വൽ വാല്യൂ എന്താണ്? 9.8 m/s ആണ്, സ്ക്വയർ ആണ്. ഓക്കെ അല്ലേ? F=mg. സോ ഇവിടെ ഇയാൾ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്താ? mg. ഇയാൾ ഇങ്ങോട്ട് വലിക്കുന്ന ഫോഴ്സ് എന്താ? mg. ഇയാൾ ഇങ്ങോട്ട് വലിക്കുന്ന ഫോഴ്സ് എന്താ? mg. ക്ലിയർ ആണോ? അപ്പോൾ എല്ലാ വസ്തുക്കളെയും ഭൂമി അതിൻ്റെ സെൻറ്ററിലേക്ക് അട്രാക്ട് ചെയ്യുന്നുണ്ട്. സോ അട്രാക്ട് ചെയ്യുന്നത് ഏത് ഫോഴ്സാണ്? ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി. അതിൻ്റെ വാല്യൂ F=mg. സോ നമുക്ക് നോക്കാം. ഇനി എപ്പോഴും ഈ ഒരു ഫോഴ്സ് ഉണ്ടാകുന്നത് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും. നമ്മൾ നിൽക്കുന്ന സർഫസ് ഏതാണോ ആ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും mg ഫോഴ്സ് ഉണ്ടാവുക. സപ്പോസ് ഞാനിപ്പോൾ നേരെയുള്ള സർഫസ് നിൽക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? താഴോട്ട് വരും. സപ്പോസ് ഞാനൊരു ചരിഞ്ഞ സർഫസ് നിൽക്കുകയാണ്. ഓക്കെ അല്ലേ? എൻ്റെ ഈ സർഫസിന് പെർപെൻഡിക്കുലർ ആയിരുന്നു. ഓക്കെ, ഇതാണ് എൻ്റെ സർഫസ്, ഇതാണ് ഞാൻ നിൽക്കുന്ന സർഫസ്. ഇതിൻ്റെ പെർപെൻഡിക്കുലർ ഏതാ? ഇങ്ങോട്ടല്ലേ? സോ ഇങ്ങോട്ടായിരിക്കും mg ആക്ട് ചെയ്യുക, അല്ലാതെ ഇങ്ങോട്ടൊന്നും അല്ല mg വരുന്നത്. ഓക്കെ അല്ലേ? ഞാൻ നിൽക്കുന്ന സർഫസിന്റെ പെർപെൻഡിക്കുലർ. ഓക്കെ, അപ്പോൾ അത് പോയിന്റ് ചെയ്യുന്നത് എപ്പോഴും സെൻറ്ററിനകത്തോട്ടായിരിക്കും, ഭൂമിയുടെ സെൻറ്ററിലോട്ടായിരിക്കും. ഓക്കെ, സോ ഡ്രോ ദ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി. ഇനി താഴെ പറയാൻ പോണ ഫിഗറിനകത്ത് നിങ്ങൾ ഗ്രാവിറ്റിയുടെ ഫോഴ്സ് എങ്ങോട്ടാണെന്ന് പ്രൊഡിക്റ്റ് ചെയ്യണം, അത് വരയ്ക്കണം. ഓക്കെ, നമ്മൾ അത് ബേസിക് കാര്യങ്ങളിൽ തുടങ്ങിയിട്ട് വലിയ കാര്യങ്ങളിലോട്ട് പോകും. ഓക്കെ, സോ എങ്ങനെയായിരിക്കും ഗ്രാവിറ്റി ഫോഴ്സ് വരയ്ക്കുന്നത്? ഓക്കെ, ഇവിടെ ഒരു മാസ് തൂക്കിയിട്ടേക്കുവാണ്, എർത്തുമായിട്ട് കോണ്ടാക്ട് ഒന്നുമില്ല. ഈവൻ ഇഫ് അത് തൂക്കിയിട്ടേക്കുവാണെങ്കിലും അത് എന്ത് ചെയ്യുന്നുണ്ട്? സെൻട്രലോട്ട് നമ്മുടെ ഭൂമി എന്ത് ചെയ്യുന്നുണ്ട്? അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ സർഫസ് എന്താ? ഇതല്ലേ ഇതിൻ്റെ സർഫസ് ഇതല്ലേ? അതിൻ്റെ പെർപെൻഡിക്കുലർ എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടായിരിക്കും ഫോഴ്സ് ഉണ്ടാവുക. എന്താ ഫോഴ്സ് ഉണ്ടാവുക? mg. ഇതിൻ്റെ മാസ് എന്താണോ അതിൻ്റെ കൂടെ g ഇൻറ്റു ചെയ്യുക. ഇവിടുത്തെ മാസ് m ആണ്, m കൂടെ g. ഓക്കെ അല്ലേ? ഇതിൻ്റെ സർഫസ് ഏതല്ലേടാ? ഇതിൻ്റെ താഴെ പെർപെൻഡിക്കുലർ mg. കണ്ടോ? ഇതിൻ്റെ മാസ് ഓഫ് ഗ്രാവിറ്റി എങ്ങനെ വരയ്ക്കാന്ന് പറഞ്ഞതല്ലേ? നമ്മൾ ഇനി ഈ പഠിച്ച ഫോഴ്സുകളെല്ലാം ചേർത്ത് നമ്മൾ അവസാനം വരയ്ക്കും. ഇപ്പം ജസ്റ്റ് ഇത് കാണിക്കും. ഓക്കെ, ശ്രദ്ധിക്കും. ഇതൊരു പുള്ളിയാണ്. നമ്മൾ മറ്റേ വെള്ളം കോരുന്ന പുള്ളി ഉണ്ടല്ലോ, ഇപ്പോൾ പുള്ളിയുടെ രണ്ടറ്റത്ത് 2 ബ്ലോക്കുകൾ കെട്ടിയിട്ടേക്കാണ്. ഓക്കെ, ഇതിൻ്റെ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എങ്ങോട്ടാണ് വരയ്ക്കുന്നത്? താഴോട്ട് അല്ലേ? ഇതിൻ്റെ മാസ് എന്താ? m1g. ഇതിൻ്റെ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്താ? താഴോട്ട്. അതിൻ്റെ മാസ് എന്താ? m1g. ഞാൻ ഇതിനകത്തുള്ള ഫോഴ്സ് എല്ലാം വരയ്ക്കണം. ഓക്കെ, ഇതൊരു വെഡ്ജിനകത്ത് ഒരു മാസ് ഇരിക്കുകയാണ്. ഓക്കെ, ഇതിൻ്റെ സർഫസ് എങ്ങനെയാണ്? ഓക്കെ, ഇതിൻ്റെ കോണ്ടാക്ട് ഇരിക്കുന്ന സർഫസ് എങ്ങനെയാണ്? ഇതല്ലേ ഇതിൻ്റെ സർഫസ് അല്ലേ? ഭൂമിയുടെ സർഫസ് ഇങ്ങനെയല്ലേ? അപ്പോൾ ഭൂമിയുടെ താഴേക്ക് ഇതാണ് ഇതിൻ്റെ സർഫസ്. നോക്ക്, അപ്പോൾ ഭൂമിയുടെ സെൻറ്ററിലോട്ടാണ് അത്. ഇങ്ങനെയാണ് എന്ത് വരിക? mg. ഇതിൻ്റെ സർഫസ് അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യുന്നത്? വരയ്ക്കാൻ വേണ്ടി. ഓക്കെ അല്ലേ? താഴോട്ടായിരിക്കണം എപ്പോഴും. ഓക്കെ, സോ ഇതിൻ്റെ കേസിൽ എങ്ങനെ വരും? ഇതിനകത്ത് വരയ്ക്കാൻ പറ്റുന്ന ഫോഴ്സ് ഉണ്ടെങ്കിൽ ഇതിനകത്ത് ആർക്കൊക്കെ മാസം ഉണ്ട്? ഇതിൻ്റെ മാസം m1 ആണെന്ന് വിചാരിക്കാം. ഇത് m2, ഇത് m3. ഇങ്ങനെയൊക്കെ വരയ്ക്കാം. ഇതെന്തായിരിക്കും? ഇത് m1g ആയിരിക്കും. ഇതെന്തുമായിരിക്കും?
ഇത് M2G ആയിരിക്കും, എന്തുമായിരിക്കും, ഇത് M3G ആയിരിക്കും. ഓക്കെ അല്ലേ? ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി വരയ്ക്കാൻ പഠിച്ചു. പറ ഇതിൻ്റെ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി എങ്ങനെയായിരിക്കും നോക്ക്. ഇതാണ് സർഫസ് അല്ലേ? അപ്പോൾ ഇതിൻ്റെ സർഫസ് ഇവിടെ ആണ്. അപ്പോൾ ഇതിൻ്റെ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി എങ്ങനെ വരയ്ക്കാം കണ്ടോ? mg അല്ലേ, M1G. ഇത് താഴോട്ട് M2G. കണ്ടോ? ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി വരയ്ക്കാൻ പഠിച്ചോ? നിങ്ങളെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തന്നെ. ഓക്കെ അല്ലേ? ചുമ്മാ നോക്കി നോർമൽ ഫോഴ്സ് ശ്രദ്ധിച്ച്. എന്താണ് നോർമൽ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നോർമൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ രണ്ട് സാധനങ്ങൾ ടച്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫോഴ്സാണ് നോർമൽ ഫോഴ്സ്. ഓക്കെ അല്ലേ? ശ്രദ്ധിക്കുക, ഇവിടെ എന്തൊക്കെ നോർമൽ ഫോഴ്സ് ഉണ്ടാവും. ഓക്കെ, നോർമൽ ഫോഴ്സ് ഈ ടച്ച് ചെയ്ത രണ്ട് സാധനങ്ങൾക്ക് നോർമൽ ഫോഴ്സ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ നോക്കെ, ഈ ഒരു ബോഡി ഈ ഒരു ഡെസ്കിൽ ടച്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഡെസ്ക് കാരണം ബോഡിക്ക് ഒരു നോർമൽ ഫോഴ്സ് ഉണ്ടാവും, ബോഡി കാരണം ഡെസ്കിന് ഒരു നോർമൽ ഫോഴ്സ് ഉണ്ടാവും. നോർമൽ ഫോഴ്സ് എപ്പോഴും രണ്ട് രീതിയിലും ഉണ്ടാവാറുണ്ട്. ഓക്കെ, ഞാൻ ഓക്കെ ഇവിടെ ഈ ഡെസ്ക് നമ്മുടെ ബ്ലോക്കിന് കൊടുക്കുന്ന നോർമൽ ഫോഴ്സാണ് ദൈത്യം. കണ്ടോ? N1 എന്ന് വിളിച്ചു. ഇനി ഈ ഒരു സാധനം ഇതിനെ തട്ടില്ല. ഓക്കെ, ഇതിപ്പോൾ ഈ ഒരു പേന എൻ്റെ കയ്യിലിരിക്കുമെന്ന് വിചാരിക്കാം. ഓക്കെ, ഇപ്പം എൻ്റെ പേന താഴോട്ട് നമ്മുടെ ഈ ഒരു ഡെസ്കിന് എന്ത് കൊടുക്കുന്നുണ്ട്? ഡെസ്ക് അല്ല, ഈ കൈക്ക് എന്ത് കൊടുക്കുന്നുണ്ട്? ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. അത് കാരണം കൈക്ക് കിട്ടുന്ന നോർമൽ ഫോഴ്സ് താഴോട്ടായിരിക്കും. ഇനി ഈ ഒരു ഡെസ്ക് നമ്മുടെ ഈ പേനയ്ക്കകത്ത് നോർമൽ ഫോഴ്സ് കിട്ടുന്നുണ്ട്, അത് കിട്ടുന്നത് മുകളിലോട്ടായിരിക്കും. ഓക്കെ അല്ലേ? ഈ ഒരു ഡെസ്ക് പേനയ്ക്കകത്തോട്ട് എടുക്കുന്ന നോർമൽ ഫോഴ്സ് ആണ് ഡെസ്ക് ഈ മാസിനകത്ത് കൊടുക്കുന്ന നോർമൽ ഫോഴ്സ് ആണ് N. കണ്ടോ? ഈ ഒരു ബ്ലോക്ക് ഡെസ്കിനകത്ത് കൊടുക്കുന്നതാണ് N. കണ്ടോ? എപ്പോഴും നോർമൽ ഫോഴ്സ് രണ്ട് ഡയറക്ഷനിൽ കാണും, രണ്ട് ഒബ്ജക്റ്റിനും കാണും. ഓക്കെ അല്ലേ? രണ്ട് സാധനങ്ങൾ തമ്മിൽ കോണ്ടാക്ട് എപ്പോൾ ഉണ്ടെങ്കിലും അവിടെ എന്തുണ്ടാവും? നോർമൽ ഫോഴ്സ് ആണ്. ഇവിടെ നോക്കണം, ഇത് ഞാൻ ചേർത്ത് വരച്ചിട്ടില്ല. ഓക്കെ, ശരിക്കും ഇതിനകത്ത് ടച്ച് ചെയ്തിരിക്കുകയാണ്. ഞാനിതിൽ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് കാണാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് ടച്ച് ചെയ്യാതെ നോക്കണം. ഇത് ശരിക്കും ഇങ്ങനെ ഇരിക്കുവാണ്. ഓക്കെ, ഇതിൻ്റെ രണ്ടിൽ ഇങ്ങനെ ടച്ച് ചെയ്തിരിക്കുവാണ്. ഞാൻ നിങ്ങൾക്ക് വിസിബിലിറ്റിക്ക് വേണ്ടിയുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് ഇതിങ്ങനെ മാറ്റി വരയ്ക്കുന്നത്. ഓക്കെ, ശ്രദ്ധിച്ചേക്കണം. ഇനി നോർമൽ ഫോഴ്സ് എപ്പോഴും ഉണ്ടാവുക ഇത് ടച്ച് ചെയ്യുന്ന സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും. നമ്മൾ ഇവിടെ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞത് ഭൂമിയുടെ സെൻറ്ററിനകത്തോട്ടായിരിക്കും എപ്പോഴും mg എന്ന് പറഞ്ഞ ഫോഴ്സ് ഉണ്ടാവുക. ഓക്കെ അല്ലേ? അത് എപ്പോഴും താഴോട്ടായിരിക്കും, ഭൂമിയുടെ സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. നോർമൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അത് ഏത് സർഫസിലാണോ ടച്ച് ചെയ്തിരിക്കുന്നത് അതിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഓക്കെ, ഇത് ഇവിടെ ടച്ച് ചെയ്യുന്ന സർഫസ് ഏതാ? ഇതല്ലേ, ഈ സർഫസിലല്ലേ ടച്ച് ചെയ്തിരിക്കുന്നത്, ഈ സർഫസിൽ. അപ്പോൾ ഇതിന് പെർപെൻഡിക്കുലർ ആയിരിക്കും നോർമൽ ഫോഴ്സ് ഉണ്ടാവുക. ഈ വെഡ്ജ് കാരണം, ഇത് വെഡ്ജാണ്. ഓക്കെ, ഈ വെഡ്ജ് കാരണം ഈ ബോക്സിനൊരു നോർമൽ ഫോഴ്സ് ഉണ്ടാകുന്നുണ്ട്. അതെങ്ങനെയോട്ടായിരിക്കും? ഇതിന് പെർപെൻഡിക്കുലർ ഇങ്ങനെ. കണ്ടോ? ഈ ബോക്സ് കാരണം വെഡ്ജിന് നോർമൽ ഫോഴ്സ് ഉണ്ടാകുന്നുണ്ട്. അതെങ്ങോട്ടായിരിക്കും? ഇങ്ങോട്ട്. കണ്ടോ? അപ്പോൾ രണ്ട് പെർപെൻഡിക്കുലർ, രണ്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. ഓക്കെ ആണോ? രണ്ട് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഓക്കെ, നോക്കെ ഒരു ബോർഡ് ഈ ബോർഡ് ഈ ഒരു ടേബിളിൽ ഇങ്ങനെ ടച്ച് ചെയ്തിരിക്കുകയാണ്. എവിടെയൊക്കെ ഇതിന് നോർമൽ ഫോഴ്സ് ഉണ്ടാവുമോ? യെസ്, ഇവിടെ ടച്ച് ചെയ്യുന്നില്ല ബോർഡ്. രണ്ട് സാധനം ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ എന്തുകൊണ്ട് നോർമൽ ഫോഴ്സ് ഉണ്ടാവും. ഇനി ഇപ്പോൾ ടച്ച് ചെയ്തിരിക്കുന്ന സർഫസ് ഏതാണ്? നോക്കെ, ഈ സർഫസിലല്ലേ ടച്ച് ചെയ്തിരിക്കുന്നത് അല്ലേ? ഇവിടെ ടച്ച് ചെയ്തിരിക്കുന്നത് ഈ സർഫസിലല്ലേ? ഓക്കെ, ഈ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇങ്ങോട്ട് നോർമൽ ഫോഴ്സ്. ഓക്കെ അല്ലേ? ഈ വെഡ്ജിനകത്ത് തിരിച്ചുണ്ടാവും ഇങ്ങോട്ട് നോർമൽ ഫോഴ്സ്. കണ്ടോ? അപ്പോൾ ഇവിടെ നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ വരയ്ക്കാം. ഓക്കെ അല്ല? സെയിം രീതി തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. ഞാൻ തന്നെ വരയ്ക്കാം. നോക്ക്, N. കണ്ടോ? നോർമൽ ഫോഴ്സ് എങ്ങനെ വരയ്ക്കാന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. നോർമൽ ഫോഴ്സ് എപ്പോഴും ഉണ്ടാവുക ആ ടച്ച് ചെയ്തിരിക്കുന്ന കോണ്ടാക്റ്റിലുള്ള ഭാഗത്തിന് പെർപെൻഡിക്കുലർ ആയിട്ട്. ഓക്കെ അല്ലേ? സർഫസിന് കോണ്ടാക്ട് ചെയ്തിരിക്കുന്ന സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും നോർമൽ ഫോഴ്സ് ഉണ്ടാവുക. ഓക്കെ, സോ അടുത്ത ഫോഴ്സാണ് ടെൻഷൻ. ഓക്കെ അല്ലേ? അടുത്ത ഫോഴ്സാണ് ടെൻഷൻ. സോ ടെൻഷൻ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും സ്ട്രിങ്ങിനകത്ത് ഉണ്ടാകുന്ന ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ടെൻഷൻ എന്ന് വിളിക്കുക. എപ്പോഴും സാധനം തൂക്കിയിട്ടേക്കുന്നു, ഈ സ്ട്രിങ് ഈ മാസിൽ തൂക്കിയിട്ടേക്കില്ലേ, അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു വലിവ്, ഒരു ടെൻഷൻ. ഓക്കെ, സോ ടെൻഷൻ ഓൾവേസ് ആക്ട്സ് അലോങ് ദ സ്ട്രിങ്ങിൽ കൂടെ മാത്രം ടെൻഷൻ എന്ത് ചെയ്യാൻ പറ്റൂ? ഫോഴ്സ് എക്സേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ സ്ട്രിങ്ങിൽ കൂടെ മാത്രം ടെൻഷൻ ഫോഴ്സ് എക്സേർട്ട് ചെയ്യാൻ പറ്റില്ല. ഇങ്ങോട്ടോ ഒന്നും എക്സേർട്ട് ചെയ്യാൻ പറ്റില്ല. സ്ട്രിങ് എവിടെ ഉണ്ടോ അവിടെ ടെൻഷൻ. ഓക്കെ അല്ലേ? ഇനി ടെൻഷൻ ആൾവേസ് ആക്ട് എവേ ഫ്രം ദ ഒബ്ജക്റ്റ്. എപ്പോഴും ഒബ്ജക്റ്റിന് എവേ ആയിരിക്കും ടെൻഷൻ ഉണ്ടാവുക. ഇതാണ് ഇപ്പോൾ നമ്മുടെ ഒബ്ജക്റ്റ്.
ഇവിടുത്തെ ടെൻഷൻ എപ്പോഴും ഇതിൽ ഒബ്ജക്റ്റിന് എവേ, ഇങ്ങോട്ടായിരിക്കും ടെൻഷൻ ഉണ്ടാവുക. കണ്ടോ? ഇപ്പം ഇവിടെ ഇതാണ് ഇവിടുത്തെ ഒബ്ജക്റ്റ്, എപ്പോഴും ടെൻഷൻ ഇങ്ങോട്ടായിരിക്കും ഉണ്ടാവുക. ഓക്കെ, മനസ്സിലായോ? എവേ ഫ്രം ദ ഒബ്ജക്റ്റിന് എവേ ആയിട്ടായിരിക്കും എന്തുണ്ടാവുക, ടെൻഷൻ ഉണ്ടാവുക. ഓക്കെ അല്ലേ? നോക്കണം, ഇവിടെ ഫോഴ്സ് എന്ന് പറയുമ്പോൾ എലോങ് സ്ട്രിങ് എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിലുണ്ടാവും. ഒന്ന് ഇങ്ങോട്ട് ഫോഴ്സ് ഉണ്ടാവാം, ഇനി ഇങ്ങോട്ട് ഫോഴ്സ് ഉണ്ടാവാം, ഇല്ലേ? എപ്പോഴും ടെൻഷൻ ഉണ്ടാകുന്നത് എപ്പോഴും എവേ ഫ്രം ദ ഒബ്ജക്റ്റ് ആയിരിക്കും, ഇങ്ങോട്ടായിരിക്കും ഉണ്ടാവുക. പറഞ്ഞ മനസ്സിലായോ? സോ നിങ്ങളത് പറയാണ്, ഈ തന്നിരിക്കുന്ന ഫിഗറിലൊക്കെ ടെൻഷൻ വരയ്ക്കാൻ പറയുകയാണ്. സോ നോക്കൂ, ടെൻഷൻ നോക്കൂ, ചുമ പൂച്ച വരയ്ക്കാം. നോക്കൂ, ഇത് ഒരു ഒബ്ജക്റ്റാണ്, ഇതിനെ നമ്മൾ സ്ട്രിങ് വെച്ച് കെട്ടി വെച്ചേക്കാണ്. ഓക്കെ അല്ലേ? സോ ദിസ് ഈസ് ഈ ഒബ്ജക്റ്റിന് എവേ, ഇതാണ് ടെൻഷൻ ഇവിടുത്തെ. ഇതും കോണ്ടാക്റ്റിലിരിക്കുവാണ്, അപ്പോൾ ഇവിടുന്ന് ടെൻഷൻ ഉണ്ടാവും. കണ്ടോ? ടെൻഷൻ ടി. ഒരേ കയറിൽ ഒരേ റോപ്പിലുണ്ടാകുന്ന ടെൻഷൻ എപ്പോഴും ഈക്വൽ ആയിരിക്കും. പ്രൊവൈഡഡ് സ്ട്രിങ് ഈസ് മാസ്ലെസ് ആൻഡ് സ്ട്രെച്ചബിൾ. പ്രൊവൈഡഡ് സ്ട്രിങ് ഈസ് മാസ്ലെസ് ആൻഡ് ഇൻഎക്സ്റ്റെൻസിബിൾ. ഓക്കെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രിങ്ങിന് മാസ് ഇല്ല എന്ന് പറയുകയാണെങ്കിൽ, മിക്ക കേസിൽ അങ്ങനെ തന്നെയാണ്, മാസുള്ള കേസ് ഭയങ്കര റയറായിട്ടാണ് ചോദിക്കുക. അപ്പോൾ സ്ട്രിങ്ങിന് മാസ് ഇല്ല എന്ന് നമ്മൾ അസ്യൂം ചെയ്യുകയാണെങ്കിൽ ഒരു സ്ട്രിങ്ങിനകത്തുള്ള എല്ലാ ടെൻഷനുകളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഒരു സ്ട്രിങ്ങിനകത്തുള്ള ടെൻഷൻസ് എല്ലാം എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓക്കെ അല്ലേ? ഓക്കെ, എപ്പോഴും ടെൻഷൻ എങ്ങനെ ആക്ട് ചെയ്യുക? ഒബ്ജക്റ്റിന് എവേ ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുക, ഒബ്ജക്റ്റിന് പുറത്തോട്ടായിരിക്കും ടെൻഷൻ എന്ത് ചെയ്യുക? ആക്ട് ചെയ്യുക. ഓക്കെ, പറയണം, ഇവിടെ ടെൻഷൻ എവിടെയൊക്കെ ഉണ്ട് നോക്ക്. ഇതൊരു ഒബ്ജക്റ്റാണ്, ഇവിടുന്ന് എങ്ങോട്ടാണ്? എവേ ഫ്രം ദ ഒബ്ജക്റ്റ്, ഇങ്ങോട്ടായിരിക്കും ടെൻഷൻ ടി ഉണ്ടാവുക. കണ്ടോ? ഇനി ഈ പുള്ളിയിലൂടെ കോണ്ടാക്ട് ഉണ്ടാവുന്നില്ലേ? ഒബ്ജക്റ്റിന് എവേ, കണ്ടോ? ടെൻഷൻ ടി. ഇനി പറ, ഇവിടെ ടെൻഷൻ വേറെ, ഈ ടെൻഷൻ്റെ വാല്യൂ ആയിരിക്കും ഇവിടെ ആണ്, കാരണം ഇത് ഒരു സ്ട്രിങ് ആണ്, ഒറ്റ സ്ട്രിങ് ആണ്. ഓക്കെ അല്ലേ? ഇവിടുന്ന് ടെൻഷൻ ടി, ഇവിടുന്ന് ടെൻഷൻ ടി. കണ്ടോ? ഓക്കെ, ഫോർ സേക്ക് ഓഫ് പ്രോബ്ലംസ് വി കൺസിഡർ സ്ട്രിങ് ആസ് മാസ്ലെസ് ഓൾവേസ്. എപ്പോഴും നമ്മൾ മാസ്ലെസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്ന് പോസ് ചെയ്യുക, എന്നിട്ട് ഇവിടെ ടെൻഷൻ എവിടെ കൊണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുക? മാർക്ക് ചെയ്യുക. ഓക്കെ, വീഡിയോ പോസ് ചെയ്യുക. സോ ഓക്കെ, പോസ് ചെയ്ത് നിങ്ങൾ ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഞാൻ ഇവിടെ നമുക്ക് മാർക്ക് ചെയ്ത് നോക്കാം. ഇതൊരു ഒബ്ജക്റ്റാണ്, ടെൻഷൻ എങ്ങോട്ടായിരിക്കും? സ്ട്രിങ്ങിൽ കൂടെ എങ്ങോട്ടായിരിക്കും? മുകളിലോട്ടായിരിക്കും. ഇവിടുത്തെ ടെൻഷൻ ടി. കണ്ടോ? ഇനി ഈ പുള്ളിൻ്റെ അവിടുത്തെ ടെൻഷൻ എങ്ങോട്ടായിരിക്കും? താഴോട്ടായിരിക്കും, ടെൻഷൻ ടി. ഓക്കെ ആണോ? ഇവിടുത്തെ ടെൻഷൻ എവേ ഫ്രം ദ ഒബ്ജക്റ്റ്, താണ്ടെ ടി. ഇതിൻ്റെ ടെൻഷൻ എവേ ഫ്രം ദ ഒബ്ജക്റ്റ്, താണ്ടെ ടി. കണ്ടോ? ഇത്രയും ഓക്കെ ആണോ നിങ്ങൾക്ക്? നിങ്ങൾ ചെയ്തപ്പോൾ ഇത്രയും കിട്ടിയോ? ഇനി ഇവിടുത്തെ ടെൻഷൻ എങ്ങോട്ടായിരിക്കും? ഇവിടുന്ന് എവേ ഫ്രം ദ ഒബ്ജക്റ്റ് അല്ലേ, ടി. ഇങ്ങനെ നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങളുടെ ആൻസർ തെറ്റാണ്. എന്തുകൊണ്ടാണ്? ഞാൻ പറഞ്ഞു, ഒരു സ്ട്രിങ്ങിനകത്തുള്ള ടെൻഷൻ എല്ലാം എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, ഇത് ഇത്രയും ഒരു സ്ട്രിങ് ആയിരുന്നു. സോറി ഇത് ഇത്രയും ഒരു സ്ട്രിങ് ആയിരുന്നു അല്ലേ? ഇത് വേറെ സ്ട്രിങ് ആണ് അല്ലേ? ഇത് വേറെ സ്ട്രിങ് ആണ്. അപ്പോൾ അവിടുത്തെ ടെൻഷനും എന്തായിരിക്കും? വ്യത്യാസമായിരിക്കും. നമ്മൾ ടെൻഷൻ വ്യത്യാസമായിട്ട് കാണിക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ T1 എന്ന് വിളിക്കാം. T1. ഇതെന്തായിരിക്കും? T2. ഇതിൻ്റെ വാല്യൂ എത്ര ആയിരിക്കും കൂടാ? ഈ ഒരു വാല്യൂ. ഇതും എന്തായിരിക്കും? T2. വൈ എന്തുകൊണ്ട് T2? ഇത് രണ്ടും ഒരു സ്ട്രിങ് ആണ്. ഒരു സ്ട്രിങ്ങിനകത്ത് വരുന്ന ടെൻഷൻ എല്ലാം എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ ആണോ? ഓക്കെ. ഇനി വാട്ട് ഈസ് ആൻ ഇക്വിലിബ്രിയം? എന്താണ് ഇക്വിലിബ്രിയം? ഒരു ബോഡിക്കകത്തുള്ള ഫോഴ്സ് എല്ലാം 0 ആവുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു ബോഡി ഉണ്ട്. ഈ ബോഡീനെ ഒരാൾ ഇങ്ങോട്ട് തള്ളുന്നു 5 ന്യൂട്ടൺ ഫോഴ്സിൽ, ഇങ്ങോട്ട് തള്ളുന്നു 5 ന്യൂട്ടൺ ഫോഴ്സിൽ അല്ലേ? അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളിക്കഴിഞ്ഞാൽ സംഭവിക്കും, ഇയാളുടെ ഫോഴ്സ് തമ്മിൽ എന്ത് ചെയ്യും? ക്യാൻസൽ ആയി പോകും. സിമ്പിളായിട്ട് ആലോചിക്കണം. നിങ്ങൾ ഒരു ബെഞ്ചിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒരേ ഫോഴ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളുക, ബെഞ്ച് നീങ്ങൂല. എന്തുകൊണ്ടാണ്? ഇപ്പുറത്തും അപ്പുറത്തും ഒരേ ഫോഴ്സ് ആണെങ്കിൽ ആ ഫോഴ്സ് എന്ത് ചെയ്തു പോകും? ക്യാൻസൽ ആയി പോകും. ആ ഒരു അവസ്ഥയെ വിളിക്കുന്ന പേരാണെന്ത്? ഇക്വിലിബ്രിയം എന്ന് വിളിക്കുന്നത്. എന്താ വിളിക്കുക? ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയം മീൻസ് സ്റ്റേജ് വിച്ച് F net is equal to 0. നെറ്റ് ഫോഴ്സ് എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, നോക്കണം. ഇവിടുത്തെ നെറ്റ് ഫോഴ്സ് എന്താ? ഇയാൾ ഇങ്ങോട്ട്, ഞാൻ ഇങ്ങോട്ടുള്ള ഡയറക്ഷൻ പ്ലസ് ആയിട്ടും ഇങ്ങോട്ടുള്ള ഡയറക്ഷൻ നെഗറ്റീവായിട്ടും ചൂസ് ചെയ്യും. നിങ്ങൾക്ക് എങ്ങനെയാണെങ്കിലും ചൂസ് ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടമാണ്. ഓക്കെ അല്ലേ? നോക്കിക്കോ. അപ്പോൾ അങ്ങോട്ടുള്ള ഡയറക്ഷൻ പ്ലസ് ആണ്, ഇങ്ങോട്ടുള്ള ഡയറക്ഷൻ എന്തായിരിക്കും? അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ,
അപ്പോൾ ഇവരുടെ ടോട്ടൽ ഫോഴ്സ് എന്താ? +5ഉം ഇയാൾ ഇങ്ങോട്ടാ ആക്ട് ചെയ്യുന്നത് -5. എന്ത് കിട്ടും? 0. കണ്ടോ? അപ്പോൾ ഇവിടുത്തെ നെറ്റ് ഫോഴ്സ് എന്താണ്? 0. അപ്പോൾ ഈ ബ്ലോക്കിന്റെ ആക്സലറേഷൻ എത്ര ആയിരിക്കും? ഫോഴ്സ് ഇല്ലെങ്കിൽ അവിടെ ആക്സലറേഷൻ ഇല്ല. ഫോഴ്സ് ഇല്ലെങ്കിൽ അവിടെ എന്തില്ല? നെറ്റ് 0 ആണെങ്കിൽ പിന്നെ ആക്സലറേഷൻ എങ്ങനെ ഉണ്ടാവണം? F മാസ് ഇൻറ്റു ആക്സലറേഷൻ അല്ലേ? ആക്സലറേഷൻ 0 ആകുമ്പോഴല്ലേ ഫോഴ്സും 0 ആവുന്നത്. ഓക്കെ ആണോ? ഓക്കെ. സോ ഈ കേസ് എന്ന് പറഞ്ഞാ, ഈ കേസ് എന്ന് പറഞ്ഞേ, ഈ ഒരു ബോഡി എങ്ങോട്ട് നീങ്ങും? നോക്ക്, അങ്ങോട്ട് 6 ഫോഴ്സിൽ തെള്ളുവാണ് അങ്ങോട്ട്. സോ 6 ഫോഴ്സിൽ അങ്ങോട്ട് തെള്ളുന്നു, +6. തിരിച്ച് ഇങ്ങോട്ടോ 5 ഫോഴ്സ്. എന്ത് കിട്ടും? 1 ഫോഴ്സ്. ഇവിടെ നെറ്റ് ഉണ്ട്, ഇവിടെ ഉണ്ട്. എങ്ങോട്ടാ? 1 ഫോഴ്സ്. ഏത് ഡയറക്ഷൻ? ഇങ്ങോട്ടല്ലേ അവിടെ കൂടുതൽ തള്ളുന്നത്? ഇങ്ങോട്ടല്ലേ കൂടിയ വാല്യൂ? സോ ഈ ഡയറക്ഷൻ +1 ഈ ഡയറക്ഷനകത്ത് എന്തുണ്ട്? ആക്സിലറേഷൻ. കണ്ടോ? ഈ ഡയറക്ഷനിൽ ഈ ബോഡി മൂവ് ചെയ്യും. പറഞ്ഞ മനസ്സിലായില്ല? നോക്കടാ, ഇങ്ങോട്ട് 6 ഫോഴ്സിൽ തള്ളുന്നു, ഇങ്ങോട്ട് 5 ഫോഴ്സ് തള്ളുന്നു. അപ്പോൾ ഇങ്ങോട്ടല്ലേ ബോഡിക്ക് മൂവ്മെന്റ് ഉണ്ടാവുക? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്. ഇവിടെ നിർത്താൻ നല്ല രീതിയിൽ ബെഞ്ച് തള്ളുന്നു, അവിടെ നിർത്താൻ പതുക്കെ തള്ളുന്നുള്ളൂ. ബെഞ്ച് ഇങ്ങോട്ട് നീങ്ങും. അതാണ് അവിടെ കണ്ടുപിടിച്ചേ 6 - 5. ഉണ്ടോ? എന്തുകൊണ്ട് മൈനസ്? ഇയാൾ ഇങ്ങോട്ടാ തള്ളുന്നത്, ഇയാൾ അങ്ങോട്ടാ തള്ളുന്നത്, ഓപ്പോസിറ്റ് ഡയറക്ഷന്. അപ്പോൾ എന്ത് കിട്ടും? ശരിക്കും ഇവിടെ 1 ഫോഴ്സ് ഇവിടെ ആവുന്നുണ്ട്. 1 ഫോഴ്സ് കാരണം ബോഡി 1 ഫോഴ്സിന് ഇങ്ങോട്ട് നീങ്ങുന്നുണ്ട്. ഓക്കെ അല്ലേ? പറ, ഈ ബോഡി എങ്ങോട്ട് നീങ്ങും? ഇയാൾ ഇങ്ങോട്ട്, ഞാൻ ഇങ്ങോട്ടുള്ള ഡയറക്ഷൻ പോസിറ്റീവ്, ഇങ്ങോട്ടുള്ള ഡയറക്ഷൻ നെഗറ്റീവ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇതെന്താണ്? +5. ഇതെന്താണ്? -8. എന്ത് കിട്ടും? +5 -8 -3 കിട്ടും. അതായത് ഇങ്ങോട്ട് 3 ഫോഴ്സിൽ ബോഡി എന്ത് ചെയ്യുന്നുണ്ട്? മൂവ് ചെയ്യുന്നുണ്ട്. ഇങ്ങോട്ട് മൂവ് ചെയ്യും ബോഡി. കണ്ടോ? ഇതൊക്കെ ലോജിക്കാണ്, കോമൺ സെൻസ് ആണ്. ഓക്കെ. ഇഫ് നെറ്റ് ഫോഴ്സ് ഓഫ് എ ബോഡി ഈസ് non-zero, ഒരു ബോഡിയുടെ നെറ്റ് ഫോഴ്സ് 0 അല്ല എന്നുണ്ടെങ്കിൽ ദെൻ ബോഡി ആക്സിലറേറ്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് നെറ്റ് ഫോഴ്സ്. ഫോഴ്സിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണോ ആ ഡയറക്ഷനിലോട്ട് ബോഡി എന്ത് ചെയ്യും? മൂവ് ചെയ്യും, ആക്സിലറേറ്റ് ചെയ്യും. ഇത് മൈൻഡിലുണ്ടാവണം. നെറ്റ് ഫോഴ്സിന്റെ വാല്യൂ 0 അല്ല എന്നുണ്ടെങ്കിൽ നെറ്റ് ഫോഴ്സിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണോ ആ ഡയറക്ഷനിൽ ബോഡി എന്ത് ചെയ്യും? മൂവ് ചെയ്യും, ആക്സിലറേറ്റ് ചെയ്യും. നെറ്റ് ഫോഴ്സിന്റെ വാല്യൂ 0 ആണെങ്കിലോ, ഇവിടെ നെറ്റ് ഫോഴ്സിന്റെ വാല്യൂ 0 ആണ്. അപ്പോൾ ഇവിടുത്തെ ആക്സിലറേഷൻ എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ ആണോ? ഓക്കെ. സോ ഇവിടെ നോക്കാം. ഇവിടെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ആക്സിലറേഷൻ ഓഫ് ദ ഫോളോയിങ്. ഫൈൻഡ് ദ ആക്സിലറേഷൻ. എങ്ങനെ കണ്ടുപിടിക്കും? എങ്ങനെയുണ്ട്? നമുക്ക് ആദ്യം F നെറ്റ് കണ്ടുപിടിക്കണം അല്ലേ? F നെറ്റ് എന്താ? ഇവിടുത്തെ F നെറ്റ് എന്താ? ഓക്കെ, ഞാനിപ്പോൾ ഇങ്ങോട്ടുള്ള ഡയറക്ഷൻ പോസിറ്റീവായിട്ട് എടുക്കുകയാണ്, ഇങ്ങോട്ടുള്ള ഡയറക്ഷൻ നെഗറ്റീവായിട്ട് എടുക്കുകയാണെന്ന് വിചാരിക്കാം. നമുക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം, കുഴപ്പമില്ല. അപ്പോൾ ഇത് ഇങ്ങോട്ടാണ് അല്ലേ? -5. ഇത് ഇങ്ങോട്ടാണുള്ളത്, ഇങ്ങോട്ടുള്ള ഡയറക്ഷൻ നെഗറ്റീവാണ്. -5 അങ്ങോട്ട് +10. എത്ര കിട്ടും? +5. +5 എന്ന് പറയുമ്പോൾ ഏത് ഡയറക്ഷൻ? ഈ ഡയറക്ഷൻ. ഓക്കെ. അപ്പോൾ F നെറ്റ് ശരിക്കുള്ള ഫോഴ്സ് എങ്ങോട്ട് ആക്ട് ചെയ്യുന്നത്? ഇങ്ങോട്ട് 5 ഫോഴ്സ്. ഓക്കെ. നമുക്കറിയാം ഇക്വേഷൻ എന്താ? F net = m × a എന്നാണ് അല്ലേ? നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ട? ആക്സലറേഷൻ. F net എത്ര ആടാ? 5 = മാസ് എത്ര? 1 × ആക്സലറേഷൻ. ആക്സലറേഷൻ എങ്ങനെ കണ്ടുപിടിക്കും? 1 ഇപ്പുറം കൊണ്ടുപോയാൽ പോരെ, × 1 ഡിവൈഡ് 1. ആക്സലറേഷൻ = 5. കണ്ടോ? ഇവിടുത്തെ വാല്യൂ, ഇവിടുത്തെ ആക്സലറേഷൻ എങ്ങനെ കണ്ടുപിടിക്കും? നിങ്ങൾ ചെയ്യും, പോസ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യും, എന്നിട്ട് ബാക്കി ഞാൻ ചെയ്യാം. രണ്ടും ഇങ്ങോട്ടാണ് അല്ലേ? അപ്പോൾ ഞാൻ ഈ ഒരു ഡയറക്ഷൻ അങ്ങ് പോസിറ്റീവായിട്ട് എടുത്തു. ഓക്കെ അല്ലേ? ഈ ഡയറക്ഷൻ നെഗറ്റീവായിട്ട് എടുത്തു. ഓക്കെ. അപ്പോൾ എന്ത് കിട്ടും? ഇത് രണ്ടും ഒരേ ഡയറക്ഷനില്ല. അപ്പോൾ +3 +5 എത്ര കിട്ടും? +8 ആണ് F നെറ്റ് അല്ലേ? നമുക്കറിയാം F net = ma അല്ലേ? F net എത്ര? 8 = m എത്ര? 2. 2 കിലോഗ്രാം എന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. 2 ഇൻറ്റു ആക്സലറേഷൻ എത്ര? ആക്സലറേഷൻ നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ. അപ്പോൾ എന്ത് കിട്ടും? ഡിവൈഡ് ചെയ്യുക. സോ 8/2 = 4 എന്ന് കിട്ടും ആക്സലറേഷൻ. 4 m/s. കണ്ടോ?
ഇവിടെ പെട്ടെന്ന് കണ്ടുപിടി, രണ്ടും ഒരേ ഡയറക്ഷനാണ്. അപ്പോൾ 2 + 2 F net is equal to m into m എത്ര 10 into a. 4 is equal to 10 into a. A is equal to 4/10, that is 0.4 meter per second. കണ്ടോ? നിങ്ങളുടെ ഹോംവർക്ക് കമൻറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ, നിങ്ങൾക്ക് വേണ്ട സജഷൻസ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സോ എന്നാലേ എനിക്കിൻ്റെ സെക്കൻഡ് പാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ അല്ലേ? സോ നോക്കാം. ദ ബ്ലോക്ക് ഈസ് നോട്ട് മൂവിങ്. ബ്ലോക്ക് എന്ത് ചെയ്യുന്നില്ല, മൂവ് ചെയ്യുന്നില്ല. ദാറ്റ് ഈസ് ബ്ലോക്ക് ഈസ് സ്റ്റേഷനറി ഹിയർ. ബ്ലോക്ക് എന്താണ് ഇവിടെ? സ്റ്റേഷനറിയാണ്. സ്റ്റേഷനറി ഇൻ ദ സെൻസ് അനങ്ങുന്നില്ല. നെറ്റ് ഫോഴ്സ് ഇവിടെ 0 ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വാല്യൂ ഓഫ് എക്സിൻ്റെ വാല്യൂ എന്താണ്? എടാ, ഇത് നീങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ F net എന്തായിരിക്കണം? 0 ആയിരിക്കണം. F net എന്താ? ഇങ്ങോട്ട് പോസിറ്റീവും ഇങ്ങോട്ട് നെഗറ്റീവും എടുക്കുന്നു. ഓക്കെ, ഇങ്ങോട്ട് +5 - x is equal to 0. +5 is equal to +x. x is equal to എന്ത് കിട്ടി? 5 കിട്ടി. സിമ്പിൾ. ഇത്ര ആലോചിച്ചാൽ മതിടാ. ഈ ബ്ലോക്ക് മൂവ് ചെയ്യുന്നില്ലെങ്കിൽ അങ്ങോട്ടുള്ള ഫോഴ്സ് ഇങ്ങോട്ടുള്ള ഫോഴ്സ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് കുറച്ച് പ്രോബ്ലം സോൾവ് ചെയ്യാം. ഓക്കെ, നോക്കണം. ഈ ഒരു വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡ്രോ ദ ഫ്രീ ബോഡി ഡയഗ്രാം. ഫ്രീ ബോഡി ഡയഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തരുവാണെങ്കിൽ ആ ക്വസ്റ്റ്യൻ്റെ അകത്തുള്ള എല്ലാ ഫോഴ്സുകളും അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. അത്രേ ഉള്ളൂ. ഓക്കെ, ശ്രദ്ധിക്കുക. ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ സ്ട്രിങ് ഉണ്ട് അല്ലേ? ഇതിനകത്ത് എന്തുണ്ട്? സ്ട്രിങ് ഉണ്ടെങ്കിൽ അതിനകത്ത് ഉറപ്പായിട്ട് എന്ത് കാണും? ടെൻഷൻ കാണും. ലോകത്തുള്ള സകലമാന ഒബ്ജക്റ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഭൂമി അട്രാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉറപ്പായിട്ട് എന്തുണ്ട്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്. ഇനി ഇതിന് എവിടെയെങ്കിലും ആയിട്ട് കോണ്ടാക്ട് ഉണ്ടോ? രണ്ടുപേരും ഇങ്ങനെ തട്ടി നിൽപ്പുണ്ടോ? ഇല്ല. സോ നോർമൽ റിയാക്ഷൻ ഇല്ല. ഓക്കെ, ഗ്രാവിറ്റേഷൻ കാരണം ഇതിന് താഴോട്ടൊരു ഫോഴ്സ് ഉണ്ട്, ദാറ്റ് ഈസ് mg. mg എന്ന് പറയുമ്പോൾ ജിയുടെ വാല്യൂ ഞാൻ പറഞ്ഞു, നമുക്ക് എന്തായിട്ട് എടുക്കാം? 10 ആയിട്ട് എടുക്കാം. 9.8 ആണ്. പ്രോബ്ലം ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി നമുക്ക് എന്തായിട്ട് എടുക്കാം? 10 ആയിട്ട് എടുക്കാം. സോ mg എന്ന് പറയുമ്പോൾ 5 × 10, ദാറ്റ് ഈസ് 50. ഓക്കെ, ഇനി ടെൻഷനാണ്. ഇവിടെ സ്ട്രിങ് ഉണ്ട്, അപ്പോൾ ഉറപ്പായിട്ട് എന്തുണ്ട്? ടെൻഷൻ ഉണ്ട്. ടെൻഷൻ എങ്ങോട്ടാണ്? എവേ ഫ്രം ദ ഒബ്ജക്റ്റ്, മുകളിലോട്ട്. ടി നമുക്കറിയില്ല കാര്യം. ഇവിടെ താഴോട്ട് എന്തുണ്ട്? ടി ഉണ്ട്. ഓക്കെ അല്ലേ? സിൻസ് ഇപ്പോൾ ഫ്രീ ബോഡി മാത്രമേ വരയ്ക്കാൻ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, ഫൈൻ ദ നോർമൽ റിയാക്ഷൻ ഇഫ് ദ ബ്ലോക്ക് ഈ സ്റ്റേഷനറി. ഈ ബ്ലോക്ക് അനങ്ങാതെ നിൽക്കുവാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ നോർമൽ റിയാക്ഷൻ കണ്ടുപിടിക്കാം. ഓക്കെ, ഇവിടുത്തെ ടെൻഷനോട് നമ്മൾ കണ്ടുപിടിക്കാതെ. ഓക്കെ, ഫൈൻ ദ ടെൻഷൻ. ഈ ബോഡി ഇവിടെ അനങ്ങാതെ നിൽക്കുവാണല്ലോ. ഇതിവിടെ അനങ്ങാതെ നിൽക്കുവാണെങ്കിൽ ഈ ഫോഴ്സുകൾ എന്തായിരിക്കണം? സെയിം ആയിരിക്കണം അല്ലേ? ഇങ്ങോട്ട് ടെൻഷൻ്റെ ഫോഴ്സ് ഉണ്ട്, ഇങ്ങോട്ടൊരു mgയുടെ ഫോഴ്സ് ഉണ്ട്. ഞാൻ മുകളിലോട്ടുള്ള ഡയറക്ഷൻ പോസിറ്റീവും താഴോട്ടുള്ള ഡയറക്ഷൻ നെഗറ്റീവായിട്ട് എടുക്കുമെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ നോക്കിക്കോ, ഇതെന്താണ്? +t - mg = 0 അല്ലേ? ഇത് മൂവ് ചെയ്യാൻ നിൽക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും ഇതെന്തായിരിക്കും? സെയിം ആയിരിക്കും. മൂവ് ചെയ്യാൻ നിൽക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും F net എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലേ? ഇങ്ങനെ ആലോചിച്ചാൽ മതിടാ. മുകളിലോട്ടുള്ള ഫോഴ്സ് താഴോട്ടുള്ള ഫോഴ്സ് എന്താണ്? ഈക്വൽ ആണ്. സോ t = എന്ത് കിട്ടും? mg എന്ന് കിട്ടും. ദാറ്റ് ഈസ് 50 എന്ന് കിട്ടും. ടിയുടെ വാല്യൂ എത്ര? 50. ഇതും എന്താണ്? സെയിം ആണ്. ഇത് ആക്സലറേറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, സോ ഇവിടെ നോക്കാം. അപ്പോൾ ഇതിൻ്റെ നോർമൽ റിയാക്ഷൻ ഓഫ് ദ ബ്ലോക്ക് ഈസ് സ്റ്റേഷനറി. ഏതൊരു സാധനം ആണെങ്കിലും എന്തുണ്ടാവും? mg ഉണ്ടാവും അല്ലേ? mg താഴോട്ട്. ഇനി ഈ ഒരു ഗ്രൗണ്ട് കാരണം ഇതിന് നോർമൽ റിയാക്ഷൻ ഉണ്ട് n. ഇത് കാരണം താഴോട്ട് നോർമൽ റിയാക്ഷൻ ഗ്രൗണ്ടിനുണ്ട്, ദാറ്റ് ഈസ് n. ഓക്കെ അല്ലേ? നമ്മളിവിടെ ഗ്രൗണ്ടിൻ്റെ കാര്യം കൺസിഡർ ചെയ്യുന്നില്ല. ഗ്രൗണ്ടിനകത്ത് വരുന്ന നോർമൽ റിയാക്ഷൻ ആർക്കും കേൾക്കുന്നില്ല. നമ്മളിവിടെ ബ്ലോക്കിൻ്റെ കാര്യം മാത്രം നോക്കാം അല്ലേ? ബ്ലോക്കിനകത്ത് 2 ഫോഴ്സ് ഉണ്ട്, mg ഉണ്ട്, n ഉണ്ട്. ബ്ലോക്ക് അനങ്ങാതെ നിൽക്കുകയാണ്. സോ ഇത് രണ്ടും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. n = mg. എൻ്റെ വാല്യൂ എന്ത് കിട്ടും? mg കിട്ടും. m എത്ര? 10 × 10 100. എൻ്റെ വാല്യൂ എത്ര കിട്ടും? 100 കിട്ടും. ഓക്കെ ആണോ? ഫൈൻ ദ ടെൻഷൻ ഓഫ് സ്ട്രിങ്ങിന് ടെൻഷൻ കണ്ടുപിടിക്കുക. ഞാൻ ഇത് 2 വാല്യൂ കൊടുക്കാം. ദിസ് 5, ദിസ് ഈസ് 2 സപ്പോസ്. ഓക്കെ, അപ്പോൾ നോക്കണം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ. ഞാനിത് കുറച്ച് വലുതാക്കി. ഓക്കെ, നോക്കൂ. 1 second.
കുറച്ച് നമ്മൾ ഇതാണ് ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നോക്കാം. സോ ഇതിനകത്തുള്ള ഫോഴ്സുകളൊക്കെ ആദ്യം ഒന്ന് വരയ്ക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ താഴോട്ട് എം ജി ഉണ്ടാകുന്നുണ്ടല്ലേ, 2 × 10 20. ഈ ഒരു ഇതും എന്തുണ്ടാകുന്നുണ്ട്, ഈ ഒരു ഇതിനും എം ജി ഇല്ലേ, ഇതും ഫോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നില്ല. ഓക്കെ, ദാറ്റ് ഈസ് ത്രൂ സ്ട്രിങ് 5 × 10 50. ഓക്കെ, അപ്പോൾ ഇനി വേറെ ആരും ഇല്ലല്ലോ എം ജി ആക്ട് ചെയ്യുന്നത്, ഇല്ല. ഇനി ടെൻഷൻ വരയ്ക്കാം. ടെൻഷൻ ഞാൻ പച്ച വെച്ച് വരയ്ക്കാൻ നോക്കും. നമുക്കറിയാം സ്ട്രിങ് ഉണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവും, ടെൻഷൻ ഉണ്ടാവും. ടെൻഷൻ സ്ട്രിങ്ങിൽ മുകളിലോട്ട് ടി, സ്ട്രിങ്ങിൽ ഇവിടെ ടെൻഷൻ ഉണ്ടാകത്തില്ലേ, താഴോട്ട് ടി, ഇതിൻ്റെ മുകളിലോട്ട് ടി, ഇതിൻ്റെ താഴോട്ട് ടി ഉണ്ടോ, എവേ ഫ്രം ദ. ഇനി നോക്കാം, ഓരോന്നോരോ നോക്കാം. ഓക്കെ 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 ഇത് റൈറ്റ് ആണോ റോങ് ആണോ, ഞാൻ എഴുതിയിരിക്കുന്നത് കറക്റ്റ് ആണോ തെറ്റാണോ നിങ്ങൾ പറ. യെസ്, റോങ് ആണ്. കാരണം എന്താ, ഇത് വേറെ സ്ട്രിങ് ആണ്, ഇത് വേറെ സ്ട്രിങ് ആണ്, ഇത് വേറെ സ്ട്രിങ് ആണ്. സോ രണ്ടിനും ഒരേ വാല്യൂസ് വരില്ല. സോ ഞാൻ ഇതിന് എന്താക്കി, ഇത് T1 ഇത് T2 രണ്ട് വേറെ വേറെ ടെൻഷനാണ്. ഒരേ സ്ട്രിങ്ങിനകത്ത് മാത്രമേ ഒരേ ടെൻഷൻ വരുന്നുള്ളൂ. ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മൾ ഈ മുകളിൽ താഴെ കിടക്കുന്ന രണ്ട് വാല്യൂസ് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. സോ നമുക്ക് മനസ്സിലായി ഇവിടുന്ന് T1 20 ഈക്വലാണ്. T1 = 20 കിട്ടി. ഇനി ഇത് നോക്ക്, T2 ആണ് മുകളിലോട്ട്, താഴോട്ട് ആരൊക്കെ ഉണ്ട്, 50 ഉണ്ട്, T1 ഉണ്ട്. 50 ഉണ്ട്, T1 ഉണ്ട്, രണ്ട് ഫോഴ്സ് ഉണ്ട്. അപ്പോൾ T2 = 50 + T1 കണ്ടോ. ഇനി T1 20 എന്ന് നമുക്കറിയാം, അപ്പോൾ 20 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. T2 = 50 + 20 ദാറ്റ് ഈസ് 70. സോ T1 എത്ര കിട്ടി, 20. T2 എത്ര കിട്ടി, 70. ഓക്കെ.